Good morning. So last time we capital gains are discussed here. Section 45 areas. We discussed 45 subsection 1A, then 1B, then 2, then subsection 5 and 5A. Clear Latin sections? Yes, sir. Yeah, next one. Section 50. Section 50. Section 50. Capital gain on transfer of. Capital gain on transfer of depreciable assets. Capital gain on transfer of depreciable asset. So, we business discuss in section. So, depreciable asset transfer ചെയ്താൽ എന്ത് capital gain മാത്രമേ ഉണ്ടാവുള്ളൂ? Long term ആണോ, short term ആണോ, അല്ലെങ്കിൽ രണ്ടും ആകാമോ? Depreciable asset transfer ചെയ്താൽ depreciable asset നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു ബ്ലോക്കിലുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലോക്കിലുള്ള അസറ്റ് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്കിലുള്ള കോസ്റ്റിനേക്കാളും കൂടുതൽ വാല്യൂവില് അസറ്റ് പോയാൽ നമുക്ക് അവിടെ എന്ത് അട്രാക്ട് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യും. ആ ക്യാപിറ്റൽ ഗെയിൻ എന്ത് മാത്രമായിരുന്നു നമ്മളവിടെ ചെയ്തത്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ, അല്ലെങ്കിൽ രണ്ടും ആകാമോ? എന്താണ്? കേൾക്കാമോ? Yes, sir. സോ ഏത് ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണ്? ഡിപ്രീഷിയേഷൻ. സോ ഡിപ്രീസിയേഷൻ മീൻസ് എന്താണ്? എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ റിട്ടേൺ ആവും, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കുറച്ച് വരും. ദാറ്റ് മീൻസ് ഓരോ വർഷവും 1-4 April 1 എന്താണ് പുതിയ വാല്യൂ വരുന്നത് പോലെ. ദാറ്റ് മീൻസ് ഓരോ 12 months കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ കുറച്ച് വരുന്നതുകൊണ്ട് തന്നെ സോ 12 months കൂടുതൽ ഹെൽഡ് ചെയ്യില്ല ആ ഒരു കോസ്റ്റ് എന്ന ഒരു കോൺസെപ്റ്റിൽ എന്താണ്? ഡിപ്രീഷിയബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ഓൾവേസ് എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആയിരിക്കും. Income on transfer of depreciable assets is deemed to be capital gain arising from transfer of short term capital asset. Short term capital asset. Okay. So the endina section 50 deeming provision ആണ്. സോ നമ്മുടെ ലാസ്റ്റ് നമ്മൾ 2 subsection 42A പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയ 3 കാറ്റഗറി ഓഫ് അസറ്റ്സ്. സോ ഒന്ന് 12 months, up to 12 months, then up to 24 months, up to 36 months. സോ ജനറൽ കാറ്റഗറി 36 months. ഇവിടെ നോക്കാം 36 months. ദാറ്റ് മീൻസ് 3 വർഷത്തിന് മുകളിൽ ഹോൾഡ് ചെയ്താലും എന്ത് പർപ്പസിന് മാത്രം ആ അസറ്റ് എന്താണ്? ആക്ച്വലി എന്താണ്? ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ബട്ട് ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് capital gain as per section 50, that means for the purpose of computing capital gain on transfer of depreciable asset. So the short term capital asset, it is deemed to be a capital gain arising from transfer of short term capital asset. So that means 36 months normally use ചെയ്താൽ അതൊരു long term capital asset ആണ്. പക്ഷേ സെക്ഷൻ 50ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായിട്ട് അത് ഡീം ചെയ്യും? ബിക്കോസ് ആ വാല്യൂ ഓരോ വർഷവും റിഡ്യൂസ് ചെയ്ത് വരുന്നതുകൊണ്ട് ഡീംഡ് ടു ബി a gain arising from a short term capital asset. Short term capital asset in gain arise ചെയ്താൽ അത് എന്ത് ഗെയിൻ ആയിരിക്കും?
Short-term capital. Short-term cap. So that means for section 53 പറയുന്നുള്ളൂ depreciable asset ആണ്. So നമുക്ക് depreciable asset questionൽ വന്നിട്ട് just capital gain എന്ന് മാത്രം, so നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് capital gain എന്ന് മാത്രം എഴുതിയാൽ ഉറപ്പായിട്ടും നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടില്ല. ബിക്കോസ് depreciable asset ആണോ അത് എന്ത് മാത്രമായിരിക്കും, irrespective of holding period. So ബ്രാക്കറ്റിൽ എഴുതിയേക്കണമെങ്കിൽ irrespective of holding period. So 36 monthsന് മുകളിലാണെങ്കിലും എന്താണ്, ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 50 മാത്രമാണ് അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുന്നില്ല. ഇറ്റ് ഈസ് ഡീംഡ് ടു ബി. സോ ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ത് മാത്രമായിരിക്കും, ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഔട്ട് ഓഫ് ഡിപ്രീഷിയബിൾ അസറ്റ് വിൽ ബി ഓൾവേസ് എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ഡീമിംഗ് പ്രൊവിഷൻ ആണ്, അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുന്നല്ല. ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 50 alone, that particular depreciable asset will be treated as a short term capital asset, and gain arising from that particular asset will be treated as short term capital gain. Clear ആണോ? Yes, sir. Okay. So നോക്കണ്ട, ഇവിടെ നോക്കാം. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ബെനിഫിറ്റ് കിട്ടും? സെക്ഷൻ 48 പ്രകാരം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. പക്ഷേ ഡിപ്രീഷിയബിൾ അസറ്റ് ആണെങ്കിൽ നോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. No indexation benefit, because already then the type of capital gain ആയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ഡീം ചെയ്യുന്നത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് ഡീം ചെയ്യുന്നത്. അങ്ങനെ ഡീം ചെയ്താൽ there will not be any indexation benefit. So no indexation benefit if the capital asset held for more than 36 months. So 36 months മുകളിൽ ഹോൾഡ് ചെയ്ത് ഏതെടുത്താലും എന്താണ് ക്യാപിറ്റൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 50, ദാറ്റ് മീൻസ് അത് ഡിപ്രീഷിയബിൾ അസറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് എറേസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്തായിരിക്കും? ഓൾവേസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. therefore ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ത് ബെനിഫിറ്റ് ഇല്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. ക്ലിയർ? Yes, sir. So that implies, okay, capital gain from a depreciable asset എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. സോ കണ്ടോ, അത് എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം 36, 40, 50, 60 എത്ര മാസം കീപ്പ് ചെയ്താലും ഹെൽഡ് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്തായിരിക്കും? So that particular asset is a long term capital asset, but for the purpose of section 50 alone, it is deemed to be a short term capital asset, and gain from that particular asset will be treated only as short term capital gain. Short term capital gain. Okay. Then section 50B. Section 50B. Capital gain on slump sale. Slump sale. Capital gain on slump sale. Then slump sale means capital gain on slump sale. Then slump sale. Started the slump sale. Slump sale means assessee transfers entire undertaking or a division of undertaking for a lump sum
lump sum consideration without assigning value or selling price of individual assets. So, slum sale means assessee transfer, entire undertaking or a division of undertaking for a lump sum consideration without assigning value, selling price of individual asset. So, slum sale. Just X limited undertaking. So, and the branch. Division number. Division 1, Division 2. Okay. So, oral division separate work environment. That means our Division 1 so the production department planned plant and machinery on the furniture plus office space. Division 2 where product. So, product A, the product B produce produce two type of product. So, two division under X limited ഒന്നുകിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ മാത്രം ഈ ഡിവിഷൻ മാത്രം എന്താണ് സെയിൽ നടത്തുവാണ്. സോ ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ട്രാൻസ്ഫർ ചെയ്യാണ് എങ്ങനെയാണ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ അസറ്റ്സിന്. സോ അതിനകത്ത് ഡിപ്രീഷിയബിൾ അസറ്റ് ഉണ്ടാകാം, നോൺ ഡിപ്രീഷിയബിൾ അസറ്റ് ഉണ്ടാകാം, വേറെ അസറ്റ്സ് വേറെ ഗുഡ്വിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. ദെൻ അതെല്ലാം കൂടെ ചേർത്ത് എന്താണ് സെയിൽ നടത്തുവാണ്. സോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ അസറ്റിന്റെ വാല്യൂ ഒന്നും എടുക്കുന്നില്ല, ഒരു ലംസം എമൗണ്ടിൽ എന്താണ് ഒരു ഡിവിഷൻ ഫുൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് വിത്തൗട്ട്. ഉണ്ടോ ഇതിനകത്ത് ഉണ്ടോ ഈ പറയുന്ന സെപ്പറേറ്റ് അസറ്റ്സിന് വാല്യൂ അല്ലെങ്കിൽ അതിന് സെയിൽ വാല്യൂ എന്ത് കിട്ടും, അതിന് സെപ്പറേറ്റ് എന്ത് പ്രൈസ് ഒക്കെ വെച്ച് നമുക്ക് കിട്ടും, അതൊന്നും കൺസിഡർ ചെയ്യാതെ എന്താണ് ഒറ്റയടിക്ക് മൊത്തത്തില് ആ ഡിവിഷൻ എന്താണ് ഒരു ലംസം എമൗണ്ടിന് സെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടത്തുന്നതിനാണ് എന്ത് പറയുന്നത് സ്ലം സെയിൽ. ക്ലിയർ ആണോ? Yes, sir. No, entire undertaking or division of undertaking for a lump sum consideration without assigning value or selling price individual asset. So individual assets in the value only consider the division അല്ലെങ്കിൽ entire undertaking as such എന്താണ് ഒരു lump sum amount ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ആണ് എന്ത് പറയുന്നത് slump sale. Okay. Yes, sir. Okay, next. So ഇവിടെ അതിനെ capital gain ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. capital gain. സോ ഇങ്ങനെ നടത്തുമ്പോൾ ഗെയിൻ ഉണ്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ സെക്ഷൻ 50 പ്രകാരം ഡിപ്രീഷിയബിൾ അസറ്റ് ആണെങ്കിൽ ഓൾവേസ് എന്ത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇതിന് സ്ലം സൈഡ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക ക്യാപിറ്റൽ ഗെയിൻ ഓൺ സ്ലം സൈഡ്. Capital gain on slum sale. Capital gain on slum sale. Articulates amount. Please. സോ അത് നമ്മൾ എപ്പോഴും എന്താണ് ലംസം എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് നോർമലി എന്താണ് പറയുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ ആ ലംസം എമൗണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ അസറ്റ് ആണെങ്കിൽ ഒരു റൂൾ ഉണ്ട്. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. So FMV as per
rule 11 UAE. Then less transfer expense. Transfer expenses. So the കുറച്ചാൽ കിട്ടുന്ന എന്താണ്? Net consideration. Net consideration. Then less. So ഇന്ന് കുറയ്ക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. Net worth of undertaking. Net worth of undertaking. So normally നമ്മൾ full value consideration നിന്ന് transfer expenditure directly attributable expenditure ഉണ്ടെങ്കിൽ net consideration നമ്മൾ normally എന്താണ് കുറയ്ക്കുന്നത്? Capital gain കണ്ടുപിടിക്കാനായിട്ട് cost of acquisition അല്ലെങ്കിൽ indexed cost of acquisition improvement. So ഇവിടെ എന്താണ് cost of acquisition എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. ബിക്കോസ് എന്താണ് ഇൻഡിവിജ്വൽ അസറ്റ് കൺസിഡർ ചെയ്യുന്നില്ല, എൻറ്റയർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നെറ്റ് വർത്ത് ഓഫ് അണ്ടർടേക്കിംഗ് കുറച്ച് കഴിഞ്ഞാൽ സോ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പം ക്യാപിറ്റൽ ഗെയിൻ എഴുതാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. എപ്പോഴും ക്യാപിറ്റൽ ഗെയിൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാലേ നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടുള്ളൂ. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയണം, നെറ്റ് വർത്ത്. ദെൻ ഈ ഒരു റൂള്, രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. സോ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ദെൻ ക്യാപിറ്റൽ ഗെയിൻ എന്ത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ, അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രണ്ടും ആകാമോ? ഓക്കെ, നമ്മൾ താഴോട്ട് വരിക. ക്ലിയർ അല്ലേ? സ്റ്റാർട്ട് എഴുതുക. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ എടുക്കാം. FMV of assets transferred. Asset transferred. FMV of asset transferred. Then FMV of consideration. FMV of consideration receive. അതെന്താകാം? മോണിറ്ററി ആകാം, പ്ലസ് നോൺ മോണിറ്ററി ആകാം. നോൺ മോണിറ്ററി ആകാം. സോ ഇതില് ഏതാണോ ഹയർ ആയിരിക്കും എന്തായിട്ട് എടുക്കുക? ഫുൾ വാല്യൂ കൺസിഡറേഷൻ. So asset transferred, consideration received. അതിലെ എന്തിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണോ ഹയർ വിൽ ബി ടേക്കൺ ആസ് ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇതിനായിരിക്കും എന്ത് പറയാ? ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്ത അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ കിട്ടിയ അസറ്റിന്റെ അല്ലെങ്കിൽ കിട്ടിയ നോൺ മോണിറ്ററി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മോണിറ്ററി എടുക്കുമ്പോഴത്തേക്കുള്ള കൺസിഡറേഷന്റെ. സോ തിരിച്ചു കിട്ടുന്നതും അസറ്റ്സ് ആണെങ്കിൽ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കുക, ഏതാണോ ഹയർ അതായിരിക്കും എന്താ എടുക്കുക? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഓക്കെ. Yes, sir. Then next one. എന്താണ്? നെറ്റ് വർത്ത്. നെറ്റ് വർത്ത്. Particulars amount in rupees. So net worth. So that means എൻ്റെ അല്ലെങ്കിൽ ഡിവിഷൻ ആ സച്ച് ആണ് കൊണ്ടുപോകുന്നത്. സോ അതിനകത്ത് നമുക്ക് എന്തൊക്കെ വരാം? നമ്മൾ അസറ്റ്സ് എടുത്തുകൊണ്ട് പോകാം, അതിനകത്ത് അതിന്റെ കൂടെ എന്തുണ്ടാകാം? ലയബിലിറ്റീസും ഉണ്ടാകാം ആ ഡിവിഷന്. അതും എല്ലാം കൂടെ അക്വയറേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലംസം എമൗണ്ട് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. സോ അസറ്റ്സ്
അസറ്റ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ അസറ്റ്സ് ഉണ്ടാകാം? ഒന്നെങ്കിൽ ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടാകാം. നമ്മൾ എടുത്തതിൽ ഡിപ്രീഷ്യബിൾ അസറ്റ്. ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് പെർ ഇൻകം ടാക്സ്. സോ നമ്മൾ കമ്പനി ഏത് മെത്തേഡ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയേണ്ട. IT ആക്ട് പറയും, ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം എന്താണോ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ നമ്മൾ എടുക്കുന്ന വർഷത്തെ അതിനകത്തെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്താണോ അതായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക, ഡിപ്രീഷ്യബിൾ അസറ്റിന്റെ വാല്യൂ ആയിട്ട്. ദെൻ അതർ അസറ്റ്സ്. സോ ദെൻ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആ കേസിൽ എന്തെടുക്കും? ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. സോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അസറ്റ്സിന്റെ ടോട്ടൽ അസറ്റ്സ്. സോ എടുത്തുകൊണ്ട് പോയ നെറ്റ് വർത്ത്. സോ നമ്മുടെ അസറ്റ്സ്, സോ നമ്മുടെ കോസ്റ്റ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്ന അസറ്റ്. ദെൻ ലെസ് എന്താണ്? ലയബിലിറ്റീസ്. സോ അത് എന്തിലായിരിക്കും? ബുക്ക് വാല്യൂ എന്താണോ ആ ലയബിലിറ്റി എന്ത് ചെയ്യാം? കുറയ്ക്കുക. ആ ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് വർത്ത് അല്ലെ? സോ അവര് അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ലംസമിൽ എടുക്കുന്ന ആ വാല്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ലംസയിൽ എടുത്തുകൊണ്ട് പോകുന്ന ഡിവിഷൻ, അതിനകത്ത് എന്തുണ്ടാകാം? അസറ്റ് ഉണ്ടാകാം, ലയബിലിറ്റീസ് ഉണ്ടാകാം. അസറ്റ് ആണെങ്കിൽ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ. നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ ബുക്ക് വാല്യൂ. ലയബിലിറ്റീസോ ബുക്ക് വാല്യൂവിൽ കുറച്ച് ഇതാണ് നെറ്റ് വർത്ത്. സോ ഇതിന് മുകളിൽ ലംസം എമൗണ്ട് കിട്ടിയാലാണ് നമുക്ക് എന്ത് പറയാവുന്നത്? അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്തു എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Yes, sir. താഴെ നോട്ടിട്ട് എഴുതാം. ഇമ്പോർട്ടന്റ് നോട്ട് സ്ഥലത്ത് എഴുതാം. if net worth. സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സംടൈംസ് അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ നെറ്റ് വർത്ത് കംസ് നെഗറ്റീവ്. നെറ്റ് വർത്ത് നെഗറ്റീവ് ആണെങ്കിലോ എന്താണ്? സോ നമ്മുടെ ഈ ഫോർമുല പ്രകാരം എന്താണ് നമുക്ക് ഈ കിട്ടുന്ന നെറ്റ് കൺസിഡറേഷനിൽ നെറ്റ് വർത്ത് കുറയ്ക്കാൻ. സോ മാത്തമാറ്റിക്കലി നെഗറ്റീവ് നെറ്റ് വർത്ത് വന്നാൽ എന്ത് ചെയ്യും? അതിന്റെ കൂടെ കുറയ്ക്കാൻ മീൻസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്ന ഒരു ഇമ്പാക്ട് വരും. സോ നെറ്റ് വർത്ത് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് നമ്മൾ എന്തെടുക്കും? കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലെങ്കിൽ കുറയ്ക്കുന്നത് എന്തായിട്ട് എടുക്കും? നില്ലായിട്ട് എടുക്കും. അല്ലാണ്ട് നെഗറ്റീവ് കുറച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൂടുതൽ ക്യാപിറ്റൽ ഗെയിൻ അടക്കില്ല. ക്ലിയർ ആണോ? Yes, sir. Then next one, revaluation of assets ignored. So non-depreciable asset ആണെങ്കിൽ സംടൈംസ് റീവാല്യൂ ചെയ്ത് ബുക്കിൽ വരാറുണ്ട്. സോ അങ്ങനെ റീവാല്യൂ ചെയ്ത അസറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? ആ റീവാലുവേഷൻ എമൗണ്ട് എടുക്കില്ല, ആക്ച്വൽ ബുക്ക് വാല്യൂ ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? അസറ്റിന്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് നെറ്റ് വർത്ത്. Then നമ്മൾ ലംസം അതായത് അണ്ടർടേക്കിംഗ് അസറ്റ്സ്. സോ നമ്മൾ അസറ്റ്സ് എടുക്കുന്ന കൂട്ടത്തിൽ എന്തും എടുക്കും? ഫിക്സഡ് അസറ്റും എടുക്കും, കറണ്ട് അസറ്റും എടുക്കും. കറണ്ട് അസറ്റിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഉൾപ്പെടെയാണ് ഇവർ എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്താൽ PGBP അഫക്ട് ചെയ്യുമോ ഇല്ലയോ? സോ അസറ്റ്സ് മൊത്തത്തിൽ എടുക്കാണ് നോ പ്രോഫിറ്റ് അണ്ടർ PGBP. സോ PGBP ടച്ച് ചെയ്യത്തില്ല. സ്ലംസയിൽ എവിടെയാണ് നമുക്ക് വരത്തുള്ളൂ? അത് ഒരു കറണ്ട് അസറ്റ് കൊണ്ടുപോയാൽ പോലും അതെന്താണ്? ലംസം എമൗണ്ട് ആയിട്ട് എഗൻസ്റ്റ് ഈ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റിലെ ബുക്ക് വാല്യൂയിൽ കയറി പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് നമ്മൾ എന്ത് പ്രത്യേകം കുറച്ച് കാണിക്കണമായിരുന്നു? കറണ്ട് അസറ്റില് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കാണിക്കണമായിരുന്നു. ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. ഡിപ്രീഷ്യബിൾ അസറ്റ്, നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. സോ നോ പ്രോഫിറ്റ് അണ്ടർ PGBP shall arise even if
even if stock is transferred in slump sale. Clear ആണോ? ഇവിടെ തന്നെ അറിയേണ്ടത് ഇവിടെ നമുക്ക് നെറ്റ്വർത്ത്. സോ നമ്മുടെ ഫുൾ വാല്യൂ കൺസിഡറേഷനിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ച് കിട്ടുന്ന നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചു, നെറ്റ്വർത്ത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ. ദെൻ ആ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോ ദെൻ capital gain from slump sale. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മള് if undertaking held up to 36 months. So undertaking മൊത്തത്തിൽ അതിനകത്ത് എന്താണ് ഇൻഡിവിജ്വൽ അസറ്റ്. സോ സംടൈംസ് നമ്മൾ സ്ലം സെയിൽ നടത്തുന്നതിന് ഒരു വർഷം 8 മാസം മേടിച്ച അസറ്റ് വരെ അതിനകത്ത് ഉണ്ടാകാം. പക്ഷെ അതൊന്നും എന്താണ് നമ്മൾ ഇൻഡിവിജ്വൽ അസറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് അണ്ടർടേക്കിംഗ് 36 മാസം വരെയാണ് ഹെൽഡ് ചെയ്തതെങ്കിൽ, അണ്ടർടേക്കിംഗ് ഹെൽഡ് അപ് ടു 36 months ആണെങ്കിൽ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇഫ് undertaking held more than 36 months, then എന്ത് വരും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നു, അങ്ങനെയാണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുമോ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുമോ? സ്ലം സെയിലിനുണ്ടായിരുന്ന ക്യാപിറ്റൽ ഗെയിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുമോ? സോ നെക്സ്റ്റ് പോയിന്റ് ആണ് നോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഈവൻ ഇഫ് undertaking held for more than 36 months. So the long term capital gain ആണെങ്കിൽ പോലും നമുക്ക് എന്താണ്, ബിക്കോസ് ഇൻഡിവിജ്വൽ തൊട്ട് മുമ്പ് 8 മാസം മേടിച്ച അസറ്റ് വരെ അതിനകത്ത് ഉണ്ടാവും. സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അസസിക്ക് ഭയങ്കര ഗുണമായിരിക്കും അത്. സോ അതുകൊണ്ട് എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഇത് അണ്ടർടേക്കിംഗ് അസറ്റ്. പക്ഷെ നിങ്ങൾ എന്ത് ചോദിച്ചു വരരുത്, long term capital gain ആണെങ്കിൽ പോലും there will not be any indexation benefit. Clear ആണോ? Yes sir. Then ഒരു പോയിന്റ് എഴുതാം. For computing net worth, if assets on which deduction under section 35 AD are present, is also transferred. So 35 AD എന്താണ്? 35 AD സ്പെസിഫൈഡ് ബിസിനസിന്റെ അസറ്റ്. സോ ആ ഡിവിഷൻ ഒരു സ്പെസിഫൈഡ് അസറ്റ് ബിസിനസിന്റെ ഒരു ഡിവിഷൻ ആയിരുന്നു. സോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റിലെ 35 AD ടോട്ടലി ഫുള്ള് ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത അസറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്നായിട്ട് എടുക്കും, വാല്യൂ ഓഫ് അസറ്റ്. സോ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി 100% വാല്യൂ ഓൾറെഡി നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് എടുത്തില്ലേ. ഇനി ഡിഡക്ഷൻ തരുമോ ഇൻകം ടാക്സ് അതോറിറ്റി? ഇല്ല. സോ ഇൻ ദാറ്റ് കേസ് എന്താണ് സോ വീണ്ടും അതിന്റെ വാല്യൂ കുറച്ചാൽ എന്താണ് നമുക്ക്
ഈ ക്യാപിറ്റൽ ഗെയിനിൽ കുറയും. സോ ഓൾറെഡി നമുക്ക് എവിടെ കിട്ടി? PGBP 100% വാല്യൂ കുറച്ച് വെച്ചിരിക്കുകയാണ്. ദെൻ വാല്യൂ ഓഫ് അസറ്റ് വിൽ ബി നിൽ. സോ എന്ത് കൺസിഡർ ചെയ്യുമ്പോൾ നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദാറ്റ് അസറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് നിൽ. Yes, sir. സോ സ്ലം സെയിൽ ഒന്നോടൊന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. സ്ലം സെയിൽ സ്ലം സെയിൽ മീൻസ് എന്താണ്? എന്റർടൈനിങ് ആസറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ മൊത്തമായിട്ട് ഒരു ലംസം വാല്യൂവിൽ കൊടുക്കുകയാണ്. ഇൻഡിവിജ്വൽ അസറ്റിന്റെ കൺസിഡറേഷൻ ഇല്ല. ദെൻ എന്താണ് നമ്മൾ ഏത് ഫുൾ വാല്യൂ കൺസിഡറേഷനിൽ നിന്ന് എന്താണ് നെറ്റ് വർത്ത് കണ്ടുപിടിച്ചു. നെറ്റ് വർത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിപ്രീഷിയബിൾ അസറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. നോൺ ഡിപ്രീഷിയബിൾ അസറ്റ് ആണെങ്കിൽ ബുക്ക് വാല്യൂ, ലയബിലിറ്റീസ് ആണെങ്കിൽ ബുക്ക് വാല്യൂ. നോൺ ഡിപ്രീഷിയബിൾ അസറ്റിന് എന്തെങ്കിലും റീവാലുവേഷൻ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യും. നെറ്റ് വർത്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് നില്ലായിട്ട് എടുക്കും. ദെൻ അണ്ടർടേക്കിംഗ് 36 മാസം വരെ ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അണ്ടർടേക്കിംഗ് 36 മാസത്തിൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും എന്ത് കിട്ടില്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. ദെൻ അതിനകത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിലും എന്താണ് PGBP അട്രാക്ട് ചെയ്യില്ല. സ്ലം സെയിലാണ് സ്റ്റോക്ക് വിറ്റ് പോകുന്നെങ്കിൽ അത് ഇവിടെ മാത്രമേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ക്യാപിറ്റൽ ഗെയിനിൽ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. 35 AD 100% ഓൾറെഡി ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത അസറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കും? നില്ലായിട്ട് എടുക്കും. ക്ലിയർ? Yes, sir. Yes, sir. സോ ഇവിടെ നമ്മുടെ സെക്ഷൻ 48 സെക്ഷൻ 48 പ്രകാരം നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഓക്കെ, സോ നോർമലി ഷോർട്ട് ടൈമിന് കിട്ടില്ല ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. സോ നമ്മളിപ്പോൾ സോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്ത കുറെ സെനാരിയോസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? exceptions. So first proviso to section 48. So we already പറഞ്ഞായിരുന്നു capital gain in case of non-residents normally. Then fourth proviso to section 48. Capital gain in case of debentures and bonds. Capital gain in case of debentures and bonds. Then ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന് ആണെങ്കിലും സോ സെക്ഷൻ 50B എന്താണ്? സ്ലം സെയിൽ കേസിൽ. ദെൻ സെക്ഷൻ 50 നമുക്ക് പറയാം. സോ അതൊരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും സോ 36 months കൂടുതലാണെങ്കിലും ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് നോ ഇൻഡെക്സേഷൻ. ഒരെണ്ണം കൂടെ ഉണ്ട്, നമ്മളത് ഓൾറെഡി പറഞ്ഞാണ്. സെക്ഷൻ 112A ആണ് വരുന്നത്. നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സെക്ഷൻ 112A listed securities, listed equity shares. So long term capital assets ആയിട്ടുള്ള listed equity shares, equity oriented units, equity oriented units and units of business trust. Units of business trust. So already നമ്മൾ 55 ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഒരു കേസ്. സോ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ദെൻ രണ്ടെണ്ണത്തിൽ ലീസ്റ്റ്, അത് സ്റ്റെപ്പ് 1 ഒരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് whichever is higher will be taken as cost of acquisition. So section 112A ഡിസ്കസ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. സോ സെക്ഷൻ 112A നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഫെബ്രുവരി 2018 ഫെബ്രുവരി കേസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ.
സെക്ഷൻ 55 കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻ സ്പെഷ്യൽ കേസസ്, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോയിന്റ് ആണ്. സോ അത് തന്നെയാണ് നമ്മൾ സെക്ഷൻ 112A നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. സോ സെക്ഷൻ 112A അതൊരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ പോലും എന്ത് കിട്ടില്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. സോ ഇൻഡെക്സേഷൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്തത് ഏതൊക്കെ അസറ്റ്സിനാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെനാരിയോയിലാണ്? പ്രൊവിസോ ടു സെക്ഷൻ 48 capital gain in case of non-resident case. Fourth proviso, capital gain in case of debentures and bonds. Then section 50, then section 50B and 112A. Okay, no? Yes, sir. Yes, sir. Then next head, next section. Section 50C. Section 50C. Section 50C. So very important. നമുക്ക് നോർമലി ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും കയറി വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് സെക്ഷൻ 50C. സെക്ഷൻ 50C. Computation of capital gain on sale of. Computation of capital gain on sale of land or building or both. Computation of capital gain on land or building or both. So that means immovable property. Immovable property. Immovable property എന്തായിരിക്കണം? Held as capital asset. So immovable property എന്താ? That means stock in trade ആകരുത്, capital asset. So very important. 50C. So 50C attribute ആവുന്ന എന്തിനാണ്? Capital gain on land, sale of land or building or both. Transfer of, that means എന്തായിരിക്കണം? അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ എന്താകില്ല? ക്യാപിറ്റൽ അസറ്റ് ആകില്ല. സോ അതിനുവേണ്ടിയാണ് നമ്മള് നോക്കാം. സോ ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ ആകുന്ന കേസ്, സോ ഞാൻ ഒരു ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ രണ്ടും കൂടെ എന്ത് ചെയ്യാണ്? എന്റെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, ദെൻ sale consideration is less than stamp duty value. Stamp duty value. So that means എന്താണ്? ഞാൻ അണ്ടർ വാല്യുവേഷന് വിൽക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ജസ്റ്റ് ഞാൻ പറയാണ് 1 lakh ഉള്ള ഒരു അസറ്റ് ഞാൻ പറയാണ് ഞാൻ 75,000 വിറ്റത്. സോ ഞാൻ അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ എന്റെ കൺസിഡറേഷൻ കാണിക്കുള്ളൂ. എനിക്ക് ആക്ച്വലി കിട്ടിയ 75,000. ബട്ട് അതോറിറ്റി നോക്കുമ്പോൾ എന്താണ്? ഇത് അണ്ടർ വാല്യുവേഷൻ ആണ്. സോ ഇയാള് എന്തായിരിക്കും? അൺഅക്കൗണ്ടഡ് ആയിട്ട് ബാക്കി പൈസ മേടിച്ചിട്ടുണ്ടാകാം എന്ന രീതിയിലേ എടുക്കുള്ളൂ. ക്ലിയർ ആയോ പോയിന്റ്? അതായത് നോക്കാം, ഒരു നോർമലി എപ്പോഴും വരുന്നതാണ്. ഒരു ലാൻഡ് മിസ്റ്റർ എക്സ് ഒരു ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് മീൻസ് സെയിൽ നടത്താണ്. സോ ജസ്റ്റ് നോക്കാം, 10 lakh ആണ് എന്ന് വിചാരിക്കാം. അവിടുത്തെ അതോറിറ്റി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതോറിറ്റി ഫിക്സ് ചെയ്തിരിക്കുന്ന അവിടുത്തെ ഒരു നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 lakh. ആ ഒരു അസറ്റിന്, ആ ലാൻഡിന് 10 lakh ഉണ്ട്. സോ മിസ്റ്റർ എക്സ് പറയാണ് ഞാൻ ആക്ച്വലി വിട്ടിരിക്കുന്നത് 8 lakh rupees-നാണ്. സോ അയാൾ പറയാണ് സെയിൽ കൺസിഡറേഷൻ 8 lakh ആണ്. സോ അയാൾ ക്യാപിറ്റൽ ഗെയിൻ എന്തിലെ കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെയിൽ കൺസിഡറേഷൻ 8 lakh, അതിൽ നിന്ന് ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. നെറ്റ് കൺസിഡറേഷൻ, അതിൽ നിന്ന് എന്താണ്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ അവർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലേ? ഓക്കെ, സോ അതോറിറ്റി നോക്കുമ്പോൾ എന്താണ്? ഇവിടെ 10 ലക്ഷം വിലയുണ്ട്. ഇയാൾ പറയുന്നത് ഇയാൾ 8 ലക്ഷത്തിനാണ് വിറ്റതെന്ന്. സോ അതോറിറ്റി ഇത് എന്തായിട്ടേ കണക്കാക്കുള്ളൂ? ഈ 8 ലക്ഷം ഇയാൾ അക്കൗണ്ടിൽ വാങ്ങിച്ചിട്ട് 2 ലക്ഷം
2 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എങ്ങനെ വാങ്ങിച്ചു എന്നെ അതോറിറ്റി കണക്കാക്കുള്ളൂ? അൺഅക്കൗണ്ടഡ് മണി ആയിട്ട് കണക്കാക്കുക. ദാറ്റ് മീൻസ് അണ്ടർ വാല്യുവേഷനിൽ വിറ്റു എന്ന രീതിയിൽ കണക്കാക്കുള്ളൂ. സോ അവരെ എന്ത് ചെയ്യും? പറ്റില്ല. സോ ഇവിടെ എന്താണ്? മിനിമം 10 ലക്ഷത്തിനെങ്കിലും ആയിരുന്നു വിൽക്കേണ്ടിയിരുന്നത്. അയാൾ എത്രയും വിട്ടതായിട്ട് പറയുന്നു? 8 ലാഖിന്. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതോറിറ്റി ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ് ആണിത്. അതിലും കുറച്ച് വിട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ സെക്ഷൻ പറയുന്നത്. ക്ലിയർ ആയ പോയിന്റ്? ഓക്കെ അല്ലേ? കണ്ടോളൂ. ശ്രദ്ധിക്കാം. സെയിൽ കൺസിഡറേഷൻ ലെസ് ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. അതോറിറ്റി ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂവിനേക്കാൾ കുറവാണ്. 2 സെനാരിയോ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. Stamp duty value greater than 110% of actual sale consideration. 110% of actual sale consideration. Then another scenario, stamp duty value less than or equal to 110% of actual sale consideration. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞ കൺസിഡറേഷൻ, അതായത് അസസി പറഞ്ഞ കൺസിഡറേഷനെക്കാട്ടിൽ 110% മുകളിലാണ് ആക്ച്വൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂഷൻ എങ്കിൽ എന്താണ്? അതോറിറ്റി പറയും നിങ്ങൾ എന്താണ് ഫ്രോഡ് പണിയാണ് കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത്ര കിട്ടിയുള്ളെങ്കിലും ഞാൻ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്തായിരിക്കും? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്തായിട്ട് എടുക്കുമെന്ന് പറയും? Stamp duty value will be deemed, no, actually കിട്ടിയിട്ടില്ല, deemed sale consideration. Sale consideration. Deemed sale consideration. Then ഞാൻ അടുത്ത സെനാരിയോ. പക്ഷേ ഉണ്ടോ, ഒരു 10% വരെയാണ് ഡിഫറൻസ് എങ്കിൽ അത് പോട്ടെ, കുഴപ്പമില്ല എന്നാണ് അതോറിറ്റിയുടെ സ്റ്റാൻഡ്. ആക്ച്വൽ കൺസിഡറേഷനെക്കാട്ടിലും 10% വരെയാണ് ആ ഡിഫറൻസ് വരുന്നെങ്കിൽ എന്താണ്? അതോറിറ്റി കുഴപ്പമൊന്നുമില്ല. ആ കേസിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്തെടുത്താൽ മതി? ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ. Actual sale consideration. Actual sale consideration. Actual sale consideration will be the full value consideration. Clear our point? Yes, sir. Answer on the actual sale consideration. ഒരു കേസ് പറയണം. 10 lakh, then 10 lakh. Stamp duty value ഇവിടെ 11 lakh. ഇവിടെ 10.05 lakh. ഇവിടെ 2 കേസ് നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പ്രൊവിഷൻ പ്രകാരം ഒന്ന് ആൻസർ പറയാം. ഫസ്റ്റ് കേസില് എന്തായിരിക്കും ഫുൾ വാല്യൂ കൺസിഡറേഷൻ? ഫസ്റ്റ് കേസിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്തായിരിക്കും? സോ ആക്ച്വൽ കൺസിഡറേഷൻ ഇസ് ലെസ് ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണോ ഫസ്റ്റ് കേസില്? അതെ. സോ അപ്പോൾ എന്ത് ടെസ്റ്റ് ചെയ്യണം? ആക്ച്വൽ കൺസിഡറേഷന്റെ 110% എത്ര വരും? 11 lakh. സോ 11 ലാഖിനെക്കാട്ടിൽ കൂടുതലല്ലേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ? സോ ആ കേസിൽ ഏതെടുക്കും ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട്? 10 lakh എടുക്കോ, 11 lakh എടുക്കോ, 12 lakh എടുക്കോ? 12 lakhs. Then സെക്കൻഡ് കേസിൽ നോക്കിയേ,
ആക്ച്വൽ കൺസിഡറേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാൾ കുറവാണോ? പക്ഷേ ആക്ച്വൽ കൺസിഡറേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാൾ ആക്ച്വൽ കൺസിഡറേഷന്റെ 10% എടുക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതിനെക്കാട്ടിലും കൂടുതലാണോ? കുറവാണ്. സോ ഈ കേസിൽ എന്താണ് അതോറിറ്റി പറഞ്ഞു കുഴപ്പമില്ല, 10% വരെ ഡിഫറൻസ് ഞങ്ങൾ വിട്ടുകളയും, അതുകൊണ്ട് നിങ്ങൾ എന്തെടുത്തോളൂ, എന്തെടുക്കാം ഇവിടെ 10 lakh. സോ നമ്മൾ നോർമലി ചോദിക്കുന്ന പ്രോബ്ലത്തിലെല്ലാം ഈ ഒരു ലൈൻ കയറ്റി വിടും. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വിൽ ബി സോ ആൻഡ് സോ. സോ ദാറ്റ് മീൻസ് നമ്മൾ ചെയ്യുന്ന മിക്ക ക്വസ്റ്റിനും എന്താണ് ഈ 50C ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, 110% കൂടുതലുണ്ട്, ഡിഫറൻസ് 10% കൂടുതൽ ഉണ്ടെങ്കിൽ എന്തെടുക്കും, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും, അല്ലെങ്കിൽ എന്ത് തന്നെ എടുക്കാം, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനെ വിട്ടേക്ക് ആക്ച്വൽ കൺസിഡറേഷൻ തന്നെ എടുക്കാം. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ഇവിടെ ഇനി ഒന്ന് ശ്രദ്ധിക്കാം, ഇതിലെ തന്നെ 50C അടുത്തത്. സോ ഇതിനകത്ത് പറയാണ് ഈ ഒരു കേസ് ഒന്ന് ശ്രദ്ധിക്കാം. ഞാനൊരു സെയിൽ കൺസെഷൻ അല്ലെങ്കിൽ അസസി ഒരു സെയിൽ കൺസെഷൻ പറഞ്ഞു, ഓഫീസർ അത് പറഞ്ഞു സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇത്രയാണ്, ഇത് ഞാൻ എന്താണ് സമ്മതിച്ചു. ഓക്കെ, ആക്ച്വലി സമ്മതിച്ചു, ഈ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്താണ് പ്രത്യേകിച്ച് ഞാൻ ഒപ്പോസ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു. എന്താണ് ഈ പറഞ്ഞ കേസിൽ 10 ലക്ഷം, എനിക്ക് ആകെ 10 ലക്ഷം കിട്ടിയുള്ളെങ്കിൽ ഞാൻ എന്തിന്റെ പുറത്ത് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം, ഡീംഡ് കൺസിഡറേഷൻ ആയിട്ടുള്ള ഫുൾ വാല്യൂ കൺസിഡറേഷന് പുറത്ത് ഞാൻ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം. പക്ഷേ വേറെ ഒരു സെനാരിയോയിൽ അസോസി പറയുവാണ് നിങ്ങൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് സമ്മതമല്ല, ഞാൻ എന്താണ് ഒപ്പോസ് ചെയ്യാണ്. സോ വാല്യുവേഷൻ അസസിങ് ഓഫീസർ എന്ത് ചെയ്യും, വാല്യുവേഷൻ ഓഫീസർക്ക് വിടും. ഓക്കെ, ഇവര് പറഞ്ഞതിൽ എന്താ ഈ പറഞ്ഞ അസസി പറയുന്നത് പോലാണോ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്നറിയാനായിട്ട് എന്ത് ചെയ്യും, വാല്യുവേഷൻ ഓഫീസർക്ക് വിടും. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, സെയിൽ കൺസിഡറേഷൻ ലെസ് ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. എന്താ ഇവിടെ പക്ഷെ എന്താണ് അസസി പറയുകയാണ് എനിക്ക് സമ്മതമല്ല, എനിക്ക് ആരെ വാല്യൂ ചെയ്തറിയണം, ഒരു വാല്യുവേഷൻ ഓഫീസറെ കൊണ്ടുവന്ന് വാല്യൂ ചെയ്താലേ ഞാൻ സമ്മതിക്കുള്ളൂ, അല്ലാതെ ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്നത് പോലെ 12 ലക്ഷത്തിന് മൊത്ത് എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് അടയ്ക്കാൻ പറ്റൂല എന്ന് പറയുന്ന കേസാണെങ്കിൽ അസസിങ് ഓഫീസർ എന്ത് ചെയ്യും, ഒരു വാല്യുവേഷൻ ഓഫീസറെ വിളിക്കും. റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസർ. സോ ഫസ്റ്റ് കേസിൽ അസസിക്ക് യാതൊരു ഡിസ്പ്യൂട്ടും അതിന് അഗേൻസ്റ്റ് ആയിട്ട് പോകുന്നില്ല. അസസിക്ക് അറിയാം അണ്ടർ വാല്യുവേഷൻ ആയിരുന്നു, അതോറിറ്റി പറഞ്ഞതുപോലെ എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇട്ട് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ കേസിൽ എന്താണ് അസസി സമ്മതിക്കുന്നില്ല. സോ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കൂടുതലാണ്, ആക്ച്വലി എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ, ഇനി ഞാനൊരു അണ്ടർ വാല്യുവേഷനും ചെയ്തിട്ടില്ല, സോ ഇങ്ങനെ എന്നെ പിനലൈസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, അസസിങ് ഓഫീസർ ആർക്ക് വിടും, വാല്യുവേഷൻ ഓഫീസർക്ക് വിടും. ഓക്കെ, ക്ലിയർ ആണോ ഈ പോയിന്റ്? ഇനിയാണ് അടുത്തത്, if value ascertained by valuation officer is greater than stamp duty value. സോ ഇവിടെ ശ്രദ്ധിക്കാം, ഓൾറെഡി എന്താണ് ഞാനൊരു അസസി ഒരു എമൗണ്ട് പറഞ്ഞു, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതോറിറ്റി പറഞ്ഞു അത് കുറവാണ്, ഇങ്ങനൊരു വാല്യൂ ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു പറ്റില്ല, ആക്ച്വലി എനിക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, എന്നിട്ട് വിട്ടു, വാല്യുവേഷൻ ഓഫീസർക്ക് വിട്ടു. സോ വാല്യുവേഷൻ ഓഫീസർ എന്താണ് വാല്യൂ ചെയ്ത് പറഞ്ഞത്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതലാണ് ആക്ച്വൽ വാല്യൂ എന്നാണ് വാല്യുവേഷൻ ഓഫീസർ പറയുന്നെങ്കിൽ. സോ ഇവിടെ ആ സെനാരിയോ ഒന്ന് മനസ്സിലാക്കുക. അസസി പറഞ്ഞു ആക്ച്വൽ കൺസിഡറേഷൻ ഈസ് 10 lakh, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതോറിറ്റി പറഞ്ഞു 12 lakh. സോ അയാൾ ഡിസ്പ്യൂട്ടിന് പോയി, ഡിസ്പ്യൂട്ട് പറഞ്ഞു. സോ എന്ത് ചെയ്തു, വാല്യുവേഷൻ ഓഫീസർ കിട്ടു, വാല്യുവേഷൻ ഓഫീസർ പറയാണ് 13 lakh ആണ് വാല്യൂ. സോ അപ്പോൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്തെടുക്കും, ഓൾറെഡി എന്താണ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞാണ് അസസി പോയത്. അപ്പൊ എന്താണ്, സോ അസസിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അസസിങ് ഓഫീസർ ആർക്ക് കിട്ടും, വാല്യുവേഷൻ ഓഫീസർ കിട്ടും. വാല്യുവേഷൻ ഓഫീസർ അതിനേക്കാളും കൂടുതൽ പറഞ്ഞു. സോ അപ്പോൾ അസസി എന്ത് ചെയ്യും, ഇപ്പൊ ഡിസ്പ്യൂട്ടിന് പോയിട്ട് കാര്യമില്ല, എന്തിലങ്ങ് സമ്മതിക്കാം, ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിൽ സമ്മതിക്കാം. ഓക്കെ, സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്തായിട്ട് എടുക്കും, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ബൈ
സ്റ്റാമ്പ് അതോറിറ്റി. ക്ലിയർ ആണോ? Yes, sir. സോ അത് സ്റ്റാമ്പ് അതോറിറ്റി പറഞ്ഞ എന്താണ്, ഇനിയിപ്പോ ഡിസ്പ്യൂട്ടിന് പോയാൽ എന്താണ്, ഇതിന് ഞാൻ ടാക്സ് അടക്കേണ്ടി വരും. സോ ആക്ച്വലി ഇതുപോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ പോയപ്പോഴത്തേക്കും വാല്യുവേഷൻ ഓഫീസർ ഒരടിയും കൂടെ തന്നു, അതിലും കൂടുതലാണെന്ന് പറയും. സോ ഉടനെ തന്നെ അസസ് എന്ത് പറയും, ഓക്കെ ഞാൻ എന്തിനു അടച്ചോളാം, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂന്റെ പുറത്ത് ഡീംഡ് കൺസിഡറേഷൻ ആയിട്ട് കാണിച്ച് അടച്ചോളാം. ഓക്കെ, വേറൊരു കേസ്, വാല്യൂ ascertained by valuation officer less than stamp duty value, less than stamp duty value ആണെങ്കിൽ full value consideration എന്തായിരിക്കും? സോ ഇവിടെ നോക്കാം, 10 lakh 12 lakh, സോ 11.5 lakh എന്നാണ് വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞെങ്കിൽ അസസ് എന്ത് അക്സെപ്റ്റ് ചെയ്യും? 11.5. So that means value ascertained by valuation officer. So valuation officer ascertain ചെയ്ത വാല്യൂവില് അത് സമ്മതിക്കും, അസസി സമ്മതിക്കും. ഇവിടെ അടുത്ത നമുക്ക് നോർമലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഒരു വാല്യൂ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വേണം. നമ്മൾ കൊടുക്കുന്ന എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്താണ്, ഇമ്മോവൽ പ്രോപ്പർട്ടി, ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തിട്ടാണ്. സോ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതോറിറ്റി ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കണം ഈ ഡ്യൂട്ടി അസർട്ടൈൻ ചെയ്യുന്നത്. അത് ഏത് ഡേറ്റിലായിരിക്കും? സോ അതായത് ഇപ്പം ഒരു നമ്മൾ രണ്ടുപേര് തമ്മിൽ ഒരു സെയിൽ ഓഫ് ഇമ്മോവൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ഫസ്റ്റ് ഒരു എഗ്രിമെന്റ് വെക്കും. സോ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞിട്ട് അവർ വേണമെങ്കിൽ ഒരു അഡ്വാൻസ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ദെൻ എന്തുണ്ടാവും, ഒരു രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ടാവും. സോ ഏത് ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിരിക്കും നോർമലി എടുക്കുക? എഗ്രിമെന്റ് ഡേറ്റ് ആണോ രജിസ്ട്രേഷൻ ഡേറ്റ് ആണോ? അല്ല, ശ്രദ്ധിക്കാം. സോ നോർമലി എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് സംടൈംസ് ഇത്ര ദിവസം അതോറിറ്റി എടുക്കുന്ന എന്തായിരിക്കും? എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവർ എപ്പോ വേണമെങ്കിലും അവർക്ക് പറയാം, ഞങ്ങൾ ഇന്ന ദിവസം എഗ്രിമെന്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു അന്നത്തെ ഒരു പത്രം ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, എഗ്രിമെന്റ് ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ അതോറിറ്റിയുടെ വ്യൂവിൽ എന്താണ് രജിസ്ട്രേഷൻ ഡേറ്റ്? നോർമലി ജനറലി രജിസ്ട്രേഷൻ ഡേറ്റ് ആണ് അതോറിറ്റിയുടെ മുമ്പിലുള്ളത്, അല്ലെ? സോ മറ്റേത് പറയാൻ പറ്റുമോ? രണ്ട് പാർട്ടീസ് പറയും ഞങ്ങൾ ഇന്ന ദിവസം എഗ്രിമെന്റ് വെച്ചിരുന്നു. സോ ഒരു ബാക്ക് ഡേറ്റിൽ അവരുടെ ഒരു പത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോ വേണമെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടാക്കിക്കൂടെ? ക്ലിയർ ആണോ പോയിന്റ്? സോ അതോറിറ്റി നോക്കുമ്പോഴത്തേക്ക് എന്താണ് ക്ലിയർ ആയിട്ട് പറയാവുന്ന ഒരു ഡേറ്റ് എന്താണ്? എഗ്രിമെന്റ് ഡേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ്. എഗ്രിമെന്റ് അവർ തമ്മിൽ ഒരു വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് അല്ല, ഒരു കോൺട്രാക്ട് അല്ല. ആക്ച്വലി അസറ്റ് ഇന്ന ആളുടെ പേരില് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് ആണ് അതോറിറ്റിക്ക് കൂടുതൽ ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? നോർമലി stamp duty value considered on date of registration is considered under section 50C. Under section 50C, if date of agreement and date of registration are different, date of agreement and date of registration are different. So രണ്ടും രണ്ട് ഡേറ്റ് ആണെങ്കിൽ ജനറലി അല്ലെങ്കിൽ നോർമലി ഏത് ഡേറ്റ് ആണ് എടുക്കുന്നത്? രജിസ്ട്രേഷൻ ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് എന്തെടുക്കുന്നത്? അതോറിറ്റി എടുക്കുന്നത്. വേറെ ഒരു സെനാരിയും കൂടെ ഉണ്ട്, അതുകൂടെ 50C കംപ്ലീറ്റ് ആണ്. In case
date of agreement and registration are different. Received consideration or part of consideration or part of consideration. Up to the date of agreement. Up to the date of agreement. Up to the date of agreement. Up to the date of agreement in account payee check or account payee demand draft. Use of electronic clearing system. Electronic clearing system through a bank. Through a bank account. Through a bank account. Or any other electronic mode as may be prescribed. As may be prescribed. Okay. So that consider received consideration or part consideration up to the date of agreement in account by check or demand draft. Use electronic system with, through a bank account, any other payment mode, electronic payment mode as prescribed. That means ePay, that means account through electronic application use payments. So, that means our short agreement date registration date. So, generally, registration date in stamp duty value. Agreement date and date in anno അല്ലെങ്കിൽ അതിനു മുമ്പോ ആയിട്ട് എന്താണ് ഒരു മുഴുവനായിട്ടോ അല്ലെങ്കിൽ that means നമുക്ക് എന്ത് പറയാം അഡ്വാൻസ്. So agreement date in anno അതിനു മുമ്പോ ആയിട്ട് അഡ്വാൻസ് കൊടുത്തു, ക്യാഷ് ആകരുത്. ക്യാഷ് അല്ലാതെ അഡ്വാൻസ് കൊടുത്താൽ നമുക്ക് എന്താണ് പ്രൂഫ് ആണ്. So there is an agreement. So ഈ ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പായിട്ട് എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് സോ ഇത് വാങ്ങുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ എന്ത് കൊടുത്തു, അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു. അതെങ്ങനെയായിരിക്കും, ക്യാഷ് അല്ല, ഒന്നുകിൽ അക്കൗണ്ട് ബൈ ചെക്ക് അല്ല അക്കൗണ്ട് ബൈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇനി ഇലക്ട്രോണിക് മോഡ് ഓഫ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, അഡ്വാൻസ് ഒന്നുകിൽ ഫുൾ ആകാം അല്ലെങ്കിൽ പാർട്ട് ആകാം. സോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്, അതോറിറ്റിക്ക് മനസ്സിലായി എന്താണ് ഇവർ പറയുന്ന കറക്റ്റ് ആണ്, എഗ്രിമെന്റ് ഡേറ്റ് ഉണ്ട്, ഈ പറയുന്ന മോഡില് എന്തും കിട്ടിയിട്ടുണ്ട്, അഡ്വാൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ as on the date of agreement will be considered. Clear on point? So generally agreement date no date article authority edukilla, the registration date edukollu, but ivaru parayan agreement date undu, aa date nanna allengil adinu mumbaayitte നിങ്ങൾ പറയുന്ന ഫോർമാറ്റിൽ ക്യാഷ് അല്ലാത്ത രീതിയിൽ എനിക്ക് അഡ്വാൻസ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ രജിസ്ട്രേഷൻ ഡേറ്റ് എടുക്കരുത്, എഗ്രിമെന്റ് ഡേറ്റ് എടുക്കാവുള്ളൂ. എന്ത് കണ്ടുപിടിക്കാൻ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കണ്ടുപിടിക്കാൻ. സോ ആ കേസിൽ എന്ത് ചെയ്യും, അതോറിറ്റി സമയം ശരിയാണ്, എഗ്രിമെന്റ് ഡേറ്റ് ഉണ്ട്, അതിന് മുമ്പ് നിങ്ങൾക്ക് അഡ്വാൻസും കിട്ടിയിട്ടുണ്ട് പ്രിസ്ക്രൈബ്ഡ് മാനറിൽ. സോ ഏത് ഡേറ്റിലെ എടുക്കുള്ളൂ, എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുള്ളൂ. ഓക്കെ ആണോ? Then in the agreement date കഴിഞ്ഞിട്ട്
any other case. Agreement date കഴിഞ്ഞിട്ടാണ് അഡ്വാൻസ് അല്ലെങ്കിൽ പേയ്മെന്റോ കിട്ടുന്നതെങ്കിൽ പിന്നെന്താണ് ഒന്നും നോക്കത്തില്ല, എന്തെടുക്കുള്ളൂ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഏത് ഡേറ്റ് ആയിരിക്കും, രജിസ്ട്രേഷൻ ഡേറ്റ്. നോർമൽ കേസിലേക്ക് പോകും. registration date is considered. സോ നമ്മൾ ഉണ്ടോ ഇവിടെ സംടൈംസ് ക്വസ്റ്റ്യനിലേക്ക് കയറി വരാവുന്നതാണ്. ഈ ഒരു എഗ്രിമെന്റ് ഡേറ്റ് ഉണ്ട്, എഗ്രിമെന്റ് ഡേറ്റിന് അന്നോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് എൻറ്റയർ കൺസിഡറേഷൻ ക്യാഷ് ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ 50% കൂടുതൽ കൺസിഡറേഷൻ ക്യാഷ് ആയിട്ട് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റ് എടുക്കുള്ളൂ, രജിസ്ട്രേഷൻ അല്ലെ? സോ എഗ്രിമെന്റ് ഡേറ്റിന് മുമ്പ് 2000 രൂപ അക്കൗണ്ട് ബൈ ചെക്ക് ആയിട്ട് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റ് എടുക്കും, എഗ്രിമെന്റ് ഡേറ്റ് എടുക്കോ രജിസ്ട്രേഷൻ ഡേറ്റ് എടുക്കോ? ഇവിടെ കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് കൺസിഡറേഷൻ, ദാറ്റ് മീൻസ് അഡ്വാൻസ് എമൗണ്ടിന്റെ കാര്യം പറയുന്നില്ല. ഇവൻ ഒരു സ്മോൾ എമൗണ്ട് ആണെങ്കിൽ പോലും അക്കൗണ്ട് ബൈ ചെക്ക് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഏത് ഡേറ്റ് എടുക്കാം, ഡേറ്റ് ഓഫ് എഗ്രിമെന്റ് ഡേറ്റിലായിരിക്കും എന്തെടുക്കുന്നത്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുന്നത്. ദെൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആക്ച്വൽ കൺസിഡറേഷൻ കൂടെ കൺസിഡർ ചെയ്യണ്ടോ, 50C പ്രകാരമുള്ള ഏതാണോ ലീസ്റ്റ് കുറവാണെങ്കിൽ 110% കൺസിഡറേഷൻ നോക്കുക. ദെൻ സംടൈംസ് എന്താണ് ഇതും കൂടെ കയറി വരാം. ക്ലിയർ ആണോ 50C? സോ നമ്മൾക്ക് ഒരു കോൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 50C ദാറ്റ് മീൻസ് എന്താണ്, അണ്ടർ വാല്യുവേഷൻ ആണ് സംഭവം. എന്താണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂനേക്കാൾ കുറച്ചാണ് ആക്ച്വൽ കൺസിഡറേഷൻ കാണിക്കുന്നത്. സോ 10% വരെ, ആക്ച്വൽ കൺസിഡറേഷന്റെ 10% വരെ നമുക്ക് എന്താണ് വിട്ടുകളയാം. 10% കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണം. ദെൻ നമ്മൾ ഒപ്പോസ് ചെയ്താൽ വാല്യുവേഷൻ അതോറിറ്റി കയറി വന്ന വാല്യുവേഷൻ ഓഫീസർ വന്നു കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂക്കാൾ കൂടുതലാണ് അവർ വാല്യൂ പറയുന്നതെങ്കിൽ എന്താണ്, അസസ് ചെയ്ത് ഔട്ട് വരും. എന്തെടുക്കും, എനിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മതി, ഇവർ വേണ്ട. ദെൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂനേക്കാൾ താഴെയാണ് വാല്യുവേഷൻ ഓഫീസർ വാല്യൂ ചെയ്യുന്നെങ്കിൽ എന്തെടുക്കും, വാല്യുവേഷൻ ഓഫീസർ എന്താണോ പറയുന്നത് അതെടുക്കാം. ദെൻ പിന്നാണ് എന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണം, എഗ്രിമെന്റ് ഡേറ്റ് ആണോ രജിസ്ട്രേഷൻ ഡേറ്റ് ആണോ? ജനറലി എന്തേ എടുക്കുള്ളൂ, എഗ്രിമെന്റ് ഡേറ്റ് എടുക്കില്ല, രജിസ്ട്രേഷൻ ഡേറ്റ് എടുക്കുള്ളൂ. ബട്ട് എഗ്രിമെന്റ് ഡേറ്റിന് മുമ്പോ അല്ലെങ്കിൽ അന്നോ അഡ്വാൻസ് കിട്ടി, എനി മോഡ് അതർ ദാൻ ക്യാഷ്, ദാറ്റ് മീൻസ് അക്കൗണ്ട് ബൈ ചെക്ക്, അക്കൗണ്ട് ബൈ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ എനി ഇലക്ട്രോണിക് ക്ലിയറിംഗ് മോഡ്സ് യൂസ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട്, പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്ന രീതിയിലാണെങ്കിൽ എന്തെടുക്കും, എഗ്രിമെന്റ് ഡേറ്റ് വിൽ ബി കൺസിഡർഡ് ഫോർ അസർട്ടൈനിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ബാക്കി എല്ലാ കേസിലും എഗ്രിമെന്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് 5000 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്താണ് അക്കൗണ്ട് ബൈ ചെക്ക് ആയിട്ട് കൊടുത്താലും ഏത് ഡേറ്റ് എടുക്കുള്ളൂ, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസർട്ടൈനിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ 50C. Then next one 50CA. Section 50CA. In case of unlisted shares of a company held as capital asset if sale consideration is less than fair market value. Okay, so നമ്മളിപ്പം 50C എന്ത് പറഞ്ഞു, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ 50CA എന്താണ്, മൂവബിൾ പ്രോപ്പർട്ടിയിൽ എന്താണ്, അൺലിസ്റ്റഡ് ഷെയർസ്. സോ അൺലിസ്റ്റഡ് ഷെയർസ്, സോ ഞാനൊരു കമ്പനിയാണ്, സോ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യാത്ത ഷെയർ ഞാൻ എന്ത് ചെയ്തു, വിറ്റു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത്, ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കുറവായിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കും, then full value of consideration will be fair market value. Clear ആണോ?
So unlisted shares ഞാൻ 100 രൂപയ്ക്ക് വിറ്റു. So fair market value 110 രൂപയുണ്ട് എങ്കിൽ എനിക്ക് 100 രൂപയ്ക്ക് വിറ്റെങ്കിൽ എന്ത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കും? ഡീംഡ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എന്ത് എടുക്കണം എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്? 110 രൂപ. ക്ലിയർ ആയി? ഇവിടെ 10% അങ്ങനെയുള്ള കണക്കുകളൊന്നുമില്ല. ഒറ്റയടിക്ക് എന്താണ് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്താണോ അത് എടുത്തോണം. ഇവിടെ എപ്പോഴും സ്റ്റുഡൻസ് നോർമലി തെറ്റായ ഒരു കാര്യം വിചാരിക്കണം, എനിക്ക് ആക്ച്വലി കിട്ടിയിട്ടില്ല, എനിക്ക് 100 രൂപ കിട്ടിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ബട്ട് എത്ര കിട്ടിയാലും ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡീംഡ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്തായിട്ട് എടുക്കണം? 110 ആയിട്ട് എടുത്ത് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ. Next one, section 50D. Section 50D. Section 50D. Sale consideration. Sale consideration. General case, sale consideration is not ascertainable. Is not ascertainable or cannot be determined. Or cannot be determined. Cannot be determined. Then. Okay. So sale consideration നമുക്ക് എന്താണ് അസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല. Then ആ കേസിൽ എന്താണ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് അസെറ്റ് as on the date of transfer, as on the date of transfer shall be the full value of consideration. No. So sale consideration ascertain ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ cannot be determined. ആ കേസിലും എന്തെടുക്കും? ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ എന്തായിട്ട് എടുക്കും? ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കും. സോ അവരല്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അവർ കറക്റ്റ് എക്സാക്ട് സെയിൽ കൺസിഡറേഷൻ കാണിക്കും. അസർട്ടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് അവിടുത്തെ സെയിൽ കൺസിഡറേഷൻ എന്ന് കാണിക്കേണ്ടി വരും. ഓക്കെ. നെക്സ്റ്റ് വൺ. സോ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. അടുത്ത ചാപ്റ്ററിലും കൂടെ അഫക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. സെക്ഷൻ 51. Section 51. Advance money received and forfeited. Advance money received and forfeited. Advance money received and forfeited. Okay. So very important. Advance money received and forfeited by SSC bracket present owner. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരുപാട് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രസന്റ് ഓണർ before 1/4/2014. 1/4/2014. Okay. Advance money shall be reduced
from cost of acquisition, from cost of acquisition, bracket very important, before indexation, before indexation, before indexation, while computing full value consideration, sorry, while computing capital gain, while computing capital gain. So advance money received and forfeited by assessee, that means present owner, before 1/4/2014 മുമ്പാണ് അസസിക്ക് അഡ്വാൻസ് കിട്ടുകയും ഫോർഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ എന്താണ് അഡ്വാൻസ് മണി എന്തിൽ നിന്ന് കുറയ്ക്കാനാണ് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്താണ് ബിഫോർ ഇൻഡെക്സേഷൻ. സോ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. Okay, then next one. Advance money forfeited on or after 1/4/2014. Then advance money will be taxable, in the year of forfeiture, taxable in the year of forfeiture, under the head income from other source. Income from other source. Under section 56 subsection 2 clause 9. 56 subsection 2 clause 9. So 1/4/2014 മുമ്പാണ് അഡ്വാൻസ് മണി റിസീവ് ചെയ്തിട്ട് ഫോർഫീറ്റ് ചെയ്യുന്നെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് കുറയ്ക്കും ബിഫോർ ഇൻഡെക്സേഷൻ. ബട്ട് അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ആണെങ്കിൽ എന്താണ് അത് കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് കുറയ്ക്കാനോ നിൽക്കില്ല. നേരെ ഏത് വർഷമാണോ ഫോർഫീറ്റ് ചെയ്തത് ആ ഇയറിൽ എവിടെ അങ്ങ് ടാക്സ് ചെയ്യും അതർ സോഴ്സിൽ 56 subsection 2 clause 9 പ്രകാരം എന്താണ് ഫോർഫീറ്റ് ചെയ്യുന്ന ഇയറിൽ ഇൻകം അണ്ടർ ദ ഹെഡ് IFOS. ക്ലിയർ ആണോ? Yes, sir. The point start എഴുതുക. Amount forfeited by previous owner. Amount forfeited by previous owner. അതുകൊണ്ടാണ് പ്രസന്റ് ഓണർ എന്നൊരു വേർഡ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പ്രീവിയസ് ഓണർ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ, under section 51 while computing capital gain of assessee. അസസിയുടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് 51 ഡിഡക്ട് ചെയ്തിട്ടില്ല. അഡ്വാൻസ് മണി റിസീവ് ഫോർഫീറ്റ് ചെയ്തത് പ്രീവിയസ് ഓണർ ആണെങ്കിൽ. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു എക്സാമ്പിൾ പറയണം. മിസ്റ്റർ എക്സ്
1/4/2010 ഒരു അസറ്റ് വാങ്ങിച്ചു. അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ 50 lakhs ആണെന്ന് വിചാരിക്കാം. ദെൻ (31/3/2014) കിട്ടിയ ഒരു അഡ്വാൻസ് ഫോർഫെയ്റ്റ് ചെയ്തു, ഒരു 10,000. Then 5/10/2021 നമ്മുടെ പ്രീവിയസ് ഇയറിൽ അത് ഈ പറയുന്ന അസറ്റ് സെയിൽ ചെയ്തു 60 ലക്ഷം രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇത് പറഞ്ഞാൽ മതി. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബിഫോർ 1/4/2014 ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് കുറയ്ക്കും വിത്ത് ബിഫോർ ഇൻഡെക്സേഷൻ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഫുൾ വാല്യൂ കൺസിഡറേഷൻ എത്രയാണ്? 60 lakhs അല്ലേ കിട്ടിയത്, സെയിൽ നടന്നപ്പോൾ കിട്ടിയത്. ഇതിൽ നിന്ന് നോർമലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ഇവിടെ നമുക്കൊരു ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ, അത് കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ 50 ലക്ഷത്തിന് ഉണ്ടോ. സോ ഇവിടെ എന്ത് ചെയ്തു? ആക്ച്വലി എനിക്കൊരു 10,000 കിട്ടി, അത് ഫോർഫീറ്റ് ചെയ്യാതെ എനിക്ക് കിട്ടിയതാണല്ലോ. സോ എന്ത് കാരണമാണ് കിട്ടിയത്? ഈ അസറ്റ് കാരണമാണ് കിട്ടിയത്. ബട്ട് അത് വേറെ എവിടെയും നോർമലി നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ അതുകൊണ്ട് ഈ അസറ്റിന്റെ ഇതിന് അസറ്റ് വിൽക്കാമെന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റിൽ കിട്ടിയാണ്. ആ അഗ്രിമെന്റ് പിന്നീട് നടന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? അഡ്വാൻസ് ഫോർഫീറ്റ് ചെയ്തു. സോ കോസ്റ്റ് ഓഫ് അക്വസിഷൻ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ 50 lakhൽ നിന്ന് എന്താണ് അണ്ടർ സെക്ഷൻ 51 പ്രകാരം 10,000 കുറച്ച് എന്ത് വരും? 49,90,000 ആയിരിക്കും എന്ത് വരിക? ഈ കോസ്റ്റ്. ഇതിന്റെ പുറത്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നു അല്ലേ? സോ നേരെ മറിച്ച് 1/4/2010 50 ലക്ഷത്തിന് വാങ്ങിച്ചു. ദെൻ എന്താണ് 5/5/2021 ഒരു 1 ലക്ഷം രൂപ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്തു. ദെൻ 5/10/2021 60 ലക്ഷത്തിന് വിറ്റാൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ ഇതെടുക്കുമോ? സോ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ആണെങ്കിൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഗെയിനിൽ തൊടില്ല, 51 അത് ടച്ച് ചെയ്യില്ല. സോ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 60 lakhൽ നിന്ന് എന്താണ് 50 lakhന്റെ ഇൻഡെക്സേഷൻ ആണ് കുറയ്ക്കുന്നത് അല്ലെ? ഇവിടെ ഈ 1 lakh കുറയ്ക്കുമോ? ഇല്ല. ഈ 1 lakh എന്ത് ചെയ്യും? ഏത് പ്രീവിയസ് ഇയർ ആണോ? നമ്മുടെ പ്രീവിയസ് ഇയറിലാണ് ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ 1 lakh ഏത് പ്രീവിയസ് ഇയറിലാണോ ഫോർഫീറ്റ്, ആ ഇയറിൽ എന്ത് കാണിക്കും? ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ സെക്ഷൻ? സോ നമ്മൾ മിസ്റ്റർ എക്സാൻ അസസി അതിനു മുമ്പ് മേടിച്ച ഓണർ എന്തെങ്കിലും ഫോർഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസസിയുടെ പാർട്ടില്ല, അയാളെ ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതേപോലെ 51 അട്രാക്ട് ചെയ്തിട്ട് അയാൾക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷൻ അയാൾക്ക് കുറച്ചുണ്ടാവും. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അസസിയുടെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ 51 എന്താണ്? ഡിഡക്ട് ചെയ്തിട്ടുണ്ടാവും. സോ പ്രീവിയസ് ഓണറിന്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചപ്പോൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ടാകാം. അത് 51 പ്രകാരം അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. പക്ഷേ അസസിയുടെ കേസിൽ എന്താണ്? ഡിഡക്ട് ചെയ്യത്തില്ല, പ്രീവിയസ് ഓണർ ആണ് ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ. ക്ലിയർ അല്ലേ? സോ സ്ഥിരമായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് 51. സോ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് ഏരിയ. സോ ഏതൊക്കെ? ഇനി നമുക്ക് എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 54A പ്ലസ് 3 സെക്ഷൻസ്, 4 സെക്ഷൻ, സെക്ഷൻ 111, 111A, 112, 112A. സോ ഇത്രയും കൂടാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്ന് ഡിസ്കസ് ചെയ്ത സെക്ഷൻസ് ഏതൊക്കെയായിരുന്നു ഒന്ന് പറയാമോ? സോ നമ്മൾ ലാസ്റ്റ് ഡേ 45 വരെയുള്ള സെക്ഷൻസ് ഡിസ്കസ് ചെയ്ത് നിർത്തിയായിരുന്നു. ഇന്ന് ഫസ്റ്റ് വൺ സെക്ഷൻ 50 എന്താണ്? ഡിപ്രീഷ്യബിൾ അസറ്റ് ഓൾവേസ് എന്ത് ഗെയിൻ ആയിരിക്കും?
ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും ഡിപ്രീഷ്യബിൾ അസറ്റ്. അതാണ് 50 പറഞ്ഞിരിക്കുന്നത്. സോ 36 മന്ത്സിലും മുകളിൽ കൂടുതൽ ഹെൽഡ് ചെയ്താൽ പോലും അത് ആക്ച്വലി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ബട്ട് ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 50 ഇറ്റ് ഈസ് ഡീംഡ് ടു ബി എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഇൻകം ഓർ ഗെയിൻ ഫ്രം ദാറ്റ് പർട്ടിക്കുലർ അസറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ദെൻ സെക്ഷൻ 50B എന്തായിരുന്നു? സ്ലം സെയിൽ. സ്ലം സെയിൽ. സോ എന്താണ്? ഇൻഡിവിജ്വൽ അസറ്റ് കൺസിഡർ ചെയ്യാതെ നേരെ എന്താണ് ഒരു ലംസം എമൗണ്ടിൽ വിൽക്കുന്നതിനാണ് എന്ത് പറഞ്ഞത്? സ്ലം സെയിൽ. സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ അതിൽ നിന്ന് എന്താണ് കുറയ്ക്കുന്നത്? അവിടെ നെറ്റ് വർത്ത്. സോ നെറ്റ് വർത്ത് കണ്ടുപിടിക്കേണ്ട എന്താണ്? അസറ്റ്സിൽ നിന്ന് ലാബിലിറ്റീസ് കുറയ്ക്കണം. അസറ്റ്സ് രണ്ട് ടൈപ്പ് ഓഫ് അസറ്റ്സ് ഉണ്ട്. ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് പെർ ബുക്കല്ല എടുക്കുന്നത്, IT ആക്ട്. ദെൻ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ ബുക്ക് വാല്യൂ. റീവാലുവേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ്. ദെൻ ലയബിലിറ്റി ഓഫ് ബുക്ക് വാല്യൂവിൽ കൺസിഡർ ചെയ്തിട്ടാണ് കുറച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ്വർത്ത്. നെറ്റ്വർത്ത് നെഗറ്റീവ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ നെറ്റ്വർത്ത് വിൽ ബി കൺസിഡർഡ് ആസ് നിൽ. സോ അവിടെ ഇൻഡെക്സേഷൻ കിട്ടുമോ? അവിടെ ലോങ് ടൈമും ഷോർട്ട് ടൈമും ഉണ്ടോ? സ്ലം സെയിലില് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞൊരു ഗെയിൻ ഉണ്ടോ? സ്ലം സെയിലില് 36 months. സോ അണ്ടർടേക്കിംഗ് 36 മന്ത്സിന് മുകളിലാണെങ്കിൽ ലോങ് ടൈം ആണ്. പക്ഷെ അവിടെയും എന്ത് ചോദിച്ചു വരരുത്? ഇൻഡിവിജ്വൽ അസറ്റ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ഇൻഡെക്സേഷൻ ചോദിച്ചു വരരുത്. ജസ്റ്റ് പറയാം ഇറ്റ് ഈസ് എ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. ദെൻ പിന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു 50C ആക്ച്വൽ കൺസിഡറേഷൻ. 50C എന്താ പറയുന്നത്? ഒരു ഇമൂവബിൾ ക്യാപിറ്റൽ അസറ്റ് ആക്ച്വൽ കൺസിഡറേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി പറഞ്ഞതിനെക്കാട്ടിലും കുറവാണെങ്കിൽ, സോ നോർമലി എന്താണ് എടുക്കുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുന്നത്. അത് എപ്പോഴാണ് എടുക്കുന്നത്? ആക്ച്വൽ കൺസിഡറേഷന്റെ 110% എടുത്താൽ അതിലും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്കിൽ നമ്മൾ എന്തെടുക്കും? അതോറിറ്റി പറയും ഇത് പക്ക അണ്ടർ വാല്യുവേഷൻ ആണ്, അതുകൊണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് കിട്ടിയതൊന്നും എനിക്കറിയണ്ട, ഞാൻ എന്തേ എടുക്കുള്ളൂ? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുള്ളൂ എന്ന് പറയും. സോ അപ് ടു 10% ആണെങ്കിൽ അല്ലെങ്കിൽ 110% ആണെങ്കിൽ എന്താണ്? ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ, നിങ്ങൾ എന്തെടുത്തോളൂ? ആക്ച്വൽ കൺസിഡറേഷൻ എടുത്തോളൂ. ദെൻ 50C പിന്നെ എന്തായിരുന്നു ഉള്ളത്? അസസി ഒപ്പോസ് ചെയ്തു അല്ലെ? വാല്യുവേഷൻ ഓഫ് ഇതില്ല, നിങ്ങൾ പറഞ്ഞ ശരിയല്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി അതോറിറ്റി പറഞ്ഞൊന്നും സമ്മതിക്കാൻ പറ്റില്ല, നിങ്ങൾ വാല്യുവേഷൻ ഓഫീസർക്ക് വിടണം. സോ വാല്യുവേഷൻ ഓഫീസർക്ക് വിട്ടു. വാല്യുവേഷൻ ഓഫീസർ കൂടുതൽ പറഞ്ഞാൽ എന്തെടുക്കും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും. കുറവാണ് പറയുന്നെങ്കിൽ വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞെടുക്കും. ദെൻ പിന്നെ ഏത് ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യുവേഷൻ കണ്ടുപിടിക്കും? എപ്പോഴാണ്? എഗ്രിമെന്റ് ഡേറ്റും രജിസ്ട്രേഷൻ ഡേറ്റും രണ്ടും രണ്ടാണെങ്കിൽ ഓക്കെ, ഏത് ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യുവേഷൻ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ജനറലി അല്ലെങ്കിൽ നോർമലി ഏത് ദിവസത്തെയാണ് എടുക്കുന്നത്? രജിസ്ട്രേഷൻ ഡേറ്റിലാണ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് അഡ്വാൻസ് കിട്ടി, ഈ പറയുന്ന എന്താണ് എഗ്രിമെന്റ് ഡേറ്റിനുള്ളിലോ അതിന് മുമ്പോ ആയിട്ടോ അഡ്വാൻസ് കിട്ടിയെന്ന് പറയുന്നു. ആ അഡ്വാൻസ് കിട്ടിയല്ല പാർട്ട് എന്നാണ്. ദാറ്റ് മീൻസ് എത്ര കുറഞ്ഞ എമൗണ്ട് ആണെങ്കിലും അത് ഒരു അക്കൗണ്ട് ബൈ ചെക്കോ അക്കൗണ്ട് ബൈ ഡിമാൻഡ് ഡ്രാഫ്റ്റോ എന്താണ് ഇലക്ട്രോണിക് മോഡ്സ് പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡ്സ് ആണെങ്കിൽ എന്താണ് ഓഫീസർക്ക് കറക്റ്റായി ശരിയാണ്, ഒരു എഗ്രിമെന്റ് ഡേറ്റ് ഉണ്ട്, പക്കായിട്ട് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. സോ എന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂഷൻ എടുക്കാം? എഗ്രിമെന്റ് ഡേറ്റിൽ. വേറെ ഏത് കേസിലും എന്തെടുക്കില്ല? എഗ്രിമെന്റ് ഡേറ്റ് അതോറിറ്റി കൺസിഡർ ചെയ്യത്തില്ല. ഞങ്ങൾക്ക് എന്ത് മതി? കറക്റ്റ് ഡേറ്റ് എന്താണ്? എഗ്രിമെന്റ് ഡേറ്റ് അല്ല, രജിസ്ട്രേഷൻ ഡേറ്റ് ആണ്. അന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഞങ്ങൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ദെൻ 50CA എന്തായിരുന്നു? അൺകോട്ടഡ് അല്ലെങ്കിൽ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസ്. സോ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കുറച്ചാണ് വിൽക്കുന്നെങ്കിൽ എന്തേ എടുക്കുള്ളൂ? ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുള്ളൂ. അതാണ് 50CA. ദെൻ 50D എന്താണ്? സെയിൽ കൺസിഡറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ അപ്പൊ എന്തെടുക്കും? അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കും. ദെൻ 51 അഡ്വാൻസ് മണി കിട്ടി, അത് ഫോർഫീറ്റ് ചെയ്തു. സോ അവിടെ ഒരൊറ്റ ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബിഫോർ 1/4/2014. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കും. ബിഫോർ ഇൻഡെക്സേഷൻ ശ്രദ്ധിച്ചോണം, ബിഫോർ ഇൻഡെക്സേഷൻ. ദെൻ അഡ്വാൻസ് മണി ഫോർഫീറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ആണെങ്കിൽ ഏത് പ്രീവിയസ് ഇയറിലാണോ ഫോർഫീറ്റ് ചെയ്തത് ആ പ്രീവിയസ് ഇയറിൽ എന്താണ്? IFOസിൽ ടാക്സ് ചെയ്യും. അവിടെ ക്യാപിറ്റൽ ഗെയിനിൽ അഫക്ട് ചെയ്യില്ല. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഹെഡ് കൊടുക്കുക, എക്സംഷൻസ്. under
capital gains. Under section 10, under section 54, another under section 10 and under section 54. Okay. So another under section 10 subsection 33, under section 10 subsection 37, and the main item discussing areas. So 54 we discuss first one under section 10 subsection 37, under section 10 subsection 43. So we major discuss the 54 section 54, then section 54B, then section 54D, then section 54EC, then section 54EE, then section 54F. So that's major item intermediate level discuss. Yes. First one, what section 54. Section 54. Then which section section 54. Okay, section 54. So section 48 full value consideration expenditure on transfer. So net consideration cost or interest cost of acquisition consideration before exemption under section 54. Then 54 eligible actual capital gain for the purpose of income tax, taxable capital gains. So section 54 sections discuss. The first one, section 54. So capital gain on transfer of residential house. Capital gain on transfer of residential house. Okay. So in the transfer in the 54 pragaram residential house transfer. So residential house transfer chedal matra in the so that means commercial complex in the 54 SSC residential purpose ni use the capital asset transfer chedal. So other transfer chedita endaka chedalana deduction 54 exemption kittunnathu. So first point ആരൊക്കെയാണ് eligible assessee 54 കിട്ടുന്ന assessees ആരൊക്കെയാണെന്നാണ് eligible assessee individual and HUF. eligible assessee ആരൊക്കെയാണ് individualum HUF ആയിരിക്കും. Then conditions. Okay, so 54 exemption kittanalla conditions aana. First one, there should be transfer of residential house there should be transfer of residential house. Okay. Second one,
Okay. So transfer ചെയ്തിരിക്കുന്നത് എന്താവണം? Residential house ആയിരിക്കണം. Then second one, very important point, it must be a long term capital asset. അതെന്തായിരിക്കണം? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. സോ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ എത്ര മാസത്തിൽ കൂടുതലാണ് ഹെൽഡ് ചെയ്യേണ്ടത്? 36 months. 36 months ആണോ 24 months ആണോ? 24 months. 36 പറയാൻ കാര്യം എന്താണ്? അല്ല സർ, പെട്ടെന്ന് ഓർക്കാതെ അതർ അസറ്റ്സ് വെച്ച് പറഞ്ഞു. സോ അതർ അസറ്റ്സിലാണോ വരുന്നത് ഇമൂവബിൾ പ്രോപ്പർട്ടി? നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയിൽ അല്ലെ? സോ അൺലിസ്റ്റഡ് ഷെയർസ്. സോ സെക്കൻഡ് കാറ്റഗറിയിൽ ഏതൊക്കെയാണ് വരുന്നത്? 24 months കാറ്റഗറിയിൽ അൺലിസ്റ്റഡ് ഷെയർസ്, ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. അല്ലെ? ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. സോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിലല്ലേ വരുന്നത്. ഒരു റെസിഡൻഷ്യൽ എന്ന് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. 24 months കൂടുതലായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഇപ്പം എന്താണ്, ഞാനൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അസസി റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, ഒരു ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. അയാൾക്ക് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇനി എക്സംഷൻ കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ന്യൂ അസറ്റ്. സോ വേറെ ഒരു അസറ്റ് to be purchased or constructed, to be purchased or constructed. No assets to be purchased or constructed. No asset to be purchased or constructed. So we got one, a residential property. So you see the word one residential house property, one residential house property in India. ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വെച്ച് എന്ത് ചെയ്തിരിക്കണം? ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. സോ ദാറ്റ് മീൻസ് ഞാൻ എന്റെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്താണ്, ഞാൻ വിറ്റു. അതിനുശേഷം എന്താണ്, വേറെ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിച്ചാലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? 54 എക്സംഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. താഴെ സ്റ്റാർട്ട് എഴുതുക. സോ ലാസ്റ്റ് ഇയറിൽ വന്ന അമെൻമെന്റ് ആണ്. വൺ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിലും where the amount of capital gain, where the amount of capital gain exceeds 2 crores, exceeds 2 crores. So 2 crore കൂടുതലാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എക്സീഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ, amount of capital gain exceeds 2 crores. Okay. So ഈ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ 2 കോടിയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വൺ റെസിഡൻഷ്യൽ ഹൗസ് ഇൻ ഇന്ത്യ, വൺ റെസിഡൻഷ്യൽ house property in India should be purchased. So purchase ആണെങ്കിൽ purchased within 1 year, within 1 year or before 2 years
after the date of transfer. After the date of transfer. Okay. So purchase ചെയ്യുവാണെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ഡേറ്റിന് ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് മുമ്പുള്ള 2 വർഷത്തിനുള്ളിലോ എന്തായിരിക്കണം പുതിയ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കണം. പർച്ചേസ് ആണെങ്കിൽ സോ ഞാൻ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നില്ല, കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ട് വിത്തിൻ a period of 3 years from the date of transfer. So construction ആണെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ഡേറ്റ് ചെയ്ത within a period of 3 years from the date of transfer. ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ നിന്ന് 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം കൺസ്ട്രക്ട് ചെയ്തിരിക്കണം 1 residential property in India. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അത് എങ്കിലേ എന്ത് കിട്ടുള്ളൂ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ് സ്റ്റാർട്ട്. സോ ഇപ്പൊ നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ 2 കോടിയിൽ കൂടുതലാണെങ്കിലത്തെ കേസാണ് വേർ the amount of capital gain less than or equal to 2 crores. That means up to 2 crore anengil, does not exceed 2 crores anengil. Amount of capital gain does not exceed 2 crores. Then, so what is the purchase 2 residential house property. 2 residential house property in India. Within 1 year or within 1 year to in India within 1 year within 1 year before or within 1 year before or 2 years after the date of transfer. After the date of transfer. Okay. So നമ്മൾ നേരത്തെ പോലെ തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നേരത്തെ 2 കോടിക്ക് മുകളിലാണെങ്കിൽ ഒരെണ്ണമായിരുന്നു. ഇവിടെ എന്താണ് 2 റെസിഡൻഷ്യൽ ഹൗസ് ഒന്നുകിൽ ട്രാൻസ്ഫർ ഡേറ്റിന് 1 വർഷം മുമ്പ് വരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ 2 എണ്ണം, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ഡേറ്റ് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ 2 ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം. കൺസ്ട്രക്ഷൻ ആണെങ്കിലും എന്തായിരിക്കും കൺസ്ട്രക്ട് 2 residential houses, 2 residential house properties in India within a period of 3 years. 3 years from the date of transfer. From the date of transfer. Okay. So, no. ഇങ്ങനെ മനസ്സിലാക്കണം. നമുക്ക് 54 എക്സംഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് എന്തായിരിക്കണം? ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം. സോ അത് മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ദെൻ അങ്ങനെ ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനിൽ എക്സംഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ പർച്ചേസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. സോ പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ട് ചെയ്യാനുള്ള പീരീഡ് ആണ് അവർ പിന്നീട് പറയുന്നത്. സോ 2 കാറ്റഗറിയാണ്. ലാസ്റ്റ് ഇയറിൽ മുമ്പ് വന്ന അമെന്റ്മെന്റ് ആണ്. 2 കോടിക്ക് ക്യാപിറ്റൽ ഗെയിൻ എക്സീഡ്സ് 2 കോടിക്ക് മുകളിലാണ് ക്യാപിറ്റൽ ഗെയിൻ എങ്കിൽ എന്താണ് ഒരു റെസിഡൻഷ്യൽ ഹൗസ് ഇൻ ഇന്ത്യയാണ് നമുക്ക് ഒന്നുകിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഡേറ്റിന് 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ, കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ഡേറ്റ് മുതൽ 3 വർഷത്തിനുള്ളിൽ. ക്യാപിറ്റൽ ഗെയിൻ 2 crores പറയുകയാണെങ്കിൽ എന്താണ് ഒന്നിന് പകരം 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് പർച്ചേസ് ചെയ്യോ കൺസ്ട്രക്ട് ചെയ്യാം. പീരീഡ് എന്താണ് 1 വർഷം മുമ്പ്. പർച്ചേസ് ആണെങ്കിൽ 1 വർഷം മുമ്പ്,
2 വർഷത്തിനുള്ളിൽ. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എന്താണ് 3 വർഷത്തിനുള്ളിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ അല്ലേ? Yes, sir. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എത്രയാണ് എക്സംഷൻ കിട്ടുന്നത്? ക്വാണ്ടം ഓഫ് എക്സംഷൻ. ക്വാണ്ടം ഓഫ് എക്സംഷൻ. ക്വാണ്ടം ഓഫ് എക്സംഷൻ. സോ എത്രയായിരിക്കും? എനിക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തു, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്യാപിറ്റൽ ഗെയിൻ 5 ലക്ഷം കിട്ടി. ഞാൻ പുതിയ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത് 10 ലക്ഷത്തിനാണെങ്കിൽ എനിക്ക് എത്ര എക്സംഷൻ കിട്ടും? കിട്ടും. എനിക്കുണ്ടായ ക്യാപിറ്റൽ ഗെയിൻ 5 ലക്ഷം, പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ കൂടുതൽ വാല്യൂവിലാണ് പർച്ചേസ് ചെയ്യുന്നത്, എനിക്ക് കൂടുതൽ കിട്ടുമോ? ലോസ് പോലെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. എമൗണ്ട് ഇൻവെസ്റ്റഡ് in residential house property or capital gain, whichever is less. Capital gain whichever is less. So ഇതിൽ ഏതാണോ കുറവ് അത്രയും വരെ ആയിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സോ കൂടുതൽ ഇപ്പോൾ എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ 2 ലക്ഷം 5 ലക്ഷം കിട്ടി, പുതിയ ഹൗസ് പ്രോപ്പർട്ടി മേടിക്കുന്ന 4 ലക്ഷം ആയുള്ളെങ്കിൽ എനിക്ക് എത്ര എക്സംഷൻ കിട്ടത്തുള്ളൂ? 4 ലക്ഷം. ഓക്കെ. സോ ആക്ച്വൽ പുതിയ ഹൗസ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഈസ് ലെസ്. ഇനി വേറെ കണ്ടീഷൻ ഉണ്ട്, പീരീഡ് ഓഫ് ഹോൾഡിംഗ്. സോ ഇങ്ങനെ ഒരു പുതിയ അസറ്റ് പർച്ചേസ് ചെയ്താൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ന്യൂ അസറ്റ്. Period of holding of new asset. Period of holding of new asset. So new asset എത്ര വർഷം ഹോൾഡ് ചെയ്യണമെന്ന് 54 പറയുന്നുണ്ട്. 3 years. 3 years from the date of acquisition or construction. 3 വർഷം അത് ഉണ്ടോ? സോ പുതിയ അസറ്റ് മേടിച്ച് ഉടനെ വിൽക്കാനല്ല പറയുന്നത്, 3 വർഷം എന്താണ് ഒരു ഹോൾഡിംഗ് പീരീഡ് പറയുന്നത്. Consequences of transfer. സോ പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തതാണ് 3 വർഷത്തേക്കാണ് ഹോൾഡിംഗ് പീരീഡ്. കോൺസിക്വൻസസ് ഓഫ് ട്രാൻസ്ഫർ of new asset before 3 years. 3 വർഷത്തിന് മുമ്പ് ഈ പറയുന്ന പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്ത റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ന്യൂ അസറ്റ് transferred within 3 years from the date of purchase. From the date of purchase or from the date of purchase or construction. From the date of purchase or construction. Then cost of acquisition of new asset reduced by capital gain exempted capital gains. Exempted capital gain for computing capital gain. For computing capital gain. For computing capital gain. Okay.
സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് സോ 54 ഒന്ന് ഞാൻ മൊത്തത്തിൽ പറയാണ്. സോ 54 എക്സംഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് എന്തായിരിക്കണം? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. സോ അത് ലോങ് ടൈം ആയിരിക്കണം എന്ന് മസ്റ്റായിട്ട് പറയുന്നുണ്ടോ, അതോ ഷോർട്ട് ടൈം ആകാമോ? ലോങ് ടൈം ആയിരിക്കണം. സോ ഷോർട്ട് ടൈം ആണെങ്കിൽ 54 കിട്ടില്ല. ഓക്കെ, സോ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു ലോങ് ടൈം അങ്ങനെ പറയാം. 54 പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കാനായിട്ട് ലോങ് ടൈം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്താണ് വേറൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ഒന്നുകിൽ പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ നമുക്ക് 2 crores വെച്ച് 2 സിനാരിയോ പറയുന്നുണ്ട്. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1 year ബിഫോർ ഓർ 2 year ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, ദെൻ ഇങ്ങനെ എക്സംഷൻ കിട്ടണമെങ്കിൽ പുതിയതായിട്ടുള്ള അസറ്റ് എത്രയാണ് മേടിച്ചിട്ട് അന്ന് മുതൽ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് മുതൽ 3 വർഷം കീപ്പ് ചെയ്യണം. സോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വർഷം. ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 1920. സോ 1920 അസസ്മെന്റ് ഇയർ, ഇവിടെ 22-23. സോ അസസ്മെന്റ് ഇയർ 1920 നമ്മൾ ഓൾറെഡി എക്സംഷൻ മേടിച്ചെടുക്കും 3 വർഷം കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ബട്ട് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് എന്താണ് ഇത് 3 വർഷം കീപ്പ് ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. എക്സാമ്പിൾ, സോ ഒരു 54 പ്രകാരം എക്സംഷൻ കിട്ടിയ അന്ന് നമ്മൾ കമ്പ്യൂട്ടേഷൻ പ്രകാരം ഒരു 5 lakh എന്ന് വിചാരിക്കുക. 5 lakh. ഓക്കെ, സോ ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്തത് ഒരു 15 lakhs വിചാരിക്കാം. ന്യൂ അസറ്റ്. സോ ന്യൂ അസറ്റ് പർച്ചേസ് ഓർ ആക്ച്വൽ ഇത് നമുക്ക് എക്സംഷൻ കിട്ടിയതാണ്. ദെൻ 3 വർഷത്തിനുള്ളിൽ 3 yearsനുള്ളിൽ ഈ ന്യൂ അസറ്റ് സെയിൽ നടത്തുവാണ്. സെയിൽ നടത്തുകയാണ്. എത്രയാണ്? ഒരു 20 lakhsനാണ്. 20 lakhsന്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനാണോ ന്യൂ അസറ്റിനാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയറിലെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത്? സെയിൽ കൺസിഡറേഷൻ അല്ലെ, ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്താണ്? 20 lakh അല്ലേ? ഇതിൽ നിന്ന് നോർമലി എന്താണ് കുറയ്ക്കുന്നത്? ലെസ് ട്രാൻസ്ഫർ എക്സ്പെൻസ് ഏതാണ് നോർമലി? സോ ഇത് 54 ഒന്നും ഇല്ലെങ്കിൽ എന്താണ് കുറയ്ക്കുന്നത്? ഈ ന്യൂ അസറ്റിന് ഉണ്ടായ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? 15 lakh അല്ലേ കുറയ്ക്കേണ്ടത് അല്ലേ? പക്ഷേ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ക്ലെയിം ചെയ്തിട്ടുണ്ട്? 54 എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് 5 lakh ആണ് 2019-20 സോ അതെന്താണ് 3 വർഷം ഹോൾഡ് ചെയ്യണം എന്നുള്ള ആ പറയുന്ന കണ്ടീഷൻ ഞാൻ വയലേറ്റ് ചെയ്തു. സോ വയലേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്? ന്യൂ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നേരത്തെ കിട്ടിയ എക്സംഷൻ കുറയ്ക്കും. സോ ദാറ്റ് മീൻസ് എനിക്ക് എത്ര സെയിൽ കൺസിഡറേഷൻ ആണെങ്കിൽ ഫുൾ വാല്യൂ കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കുറയ്ക്കാൻ പറ്റുള്ളൂ? 10 lakh കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് 10 lakh. ദാറ്റ് മീൻസ് ഉണ്ടോ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് നമുക്ക് നേരത്തെ കിട്ടിയ ബെനിഫിറ്റ് കുറച്ച് കളഞ്ഞു. ബിക്കോസ് യു ഹാവ് ടു കീപ് ദാറ്റ് ന്യൂ അസറ്റ് ഫോർ എ പീരീഡ്. ആ പറഞ്ഞിരിക്കുന്ന 3 വർഷം കീപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് സെയിൽ നടത്തിക്കോ. അതിനു മുമ്പ് സെയിൽ നടത്തിയാൽ നേരത്തെ കിട്ടിയ എക്സംഷൻ അത് നേരത്തെ എടുത്തു പോയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്ത് ചെയ്യും? റിവേഴ്സ് വർക്കിങ്ങിലൂടെ അതിന്റെ ഇമ്പാക്ട് ഇവിടെ കൊണ്ടുവരും. 15 ലക്ഷം കുറയ്ക്കേണ്ട സ്ഥാനത്ത് എത്രയെ കുറയ്ക്കാൻ പറ്റുള്ളൂ? 5 ലക്ഷം. സോറി 10 ലക്ഷം. 5 ലക്ഷം കുറച്ചിട്ട് 10 ലക്ഷമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് എന്ത് കൂടി? ന്യൂ അസറ്റിന്റെ പുറത്ത് ക്യാപിറ്റൽ ഗെയിൻ കൂടി വരും. ബിക്കോസ് എന്താണ് ആ പറഞ്ഞ ടൈം പീരീഡില് ക്യാപിറ്റൽ അസറ്റ്, ന്യൂ ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി എന്ത് ചെയ്തില്ല? ഹോൾഡ് ചെയ്തില്ല എങ്കിൽ. ക്ലിയർ ആണോ? ഇവിടെ അതാണ് ഇവിടെ നോർമൽ സ്റ്റുഡൻസ് ഇനി ഒന്ന് വായിച്ചോക്കെ. New asset transferred within 3 years from the date of purchase or construction. Then cost of asset of new asset reduced by exempted capital gain. New asset in the cost reduced by നേരത്തെ exempt ചെയ്ത capital gain for computing capital gain. Clear ആയോ ഇപ്പോൾ ലൈൻ? Yes sir. Okay. So indirect ആയിട്ട് നമ്മൾ എന്താണ് cost of asset കുറച്ചില്ല മീൻസ് എന്താണ്? indirect ആയിട്ട് കുറയ്ക്കേണ്ട എമൗണ്ട് കുറച്ചു, കുറയ്ക്കേണ്ട എമൗണ്ട് കുറഞ്ഞു. So that means എന്ത് ചെയ്യും? capital gain ഈ പറയുന്ന ഹോൾഡിംഗ് പീരീഡ് 3 വർഷം കീപ്പ് ചെയ്യാത്തതുകൊണ്ട് എന്നെ പീനലൈസ് ചെയ്തു. പുതിയ അസറ്റിന്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? നേരത്തെ എക്സംഷൻ കിട്ടിയതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് റിവേഴ്സ് വർക്കിങ്ങിലൂടെ ആഡ് ചെയ്ത് വരും. ക്ലിയർ ആയോ?
ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം 54-ല്. സോ നമുക്ക് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യോ കൺസ്ട്രക്ട് ചെയ്യോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് വിത്തിൻ 1 year ബിഫോർ ഓർ 2 years ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ്. സോ ദാറ്റ് മീൻസ് നമുക്ക് പക്ഷേ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യേണ്ട ഒരു പ്രീവിയസ് ഇയറിലല്ല. സോ ദാറ്റ് മീൻസ് ആ ഇയറിൽ ഞാൻ എന്താണ് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ വിറ്റു, പക്ഷേ ഈ ഇയറിലല്ല, എനിക്ക് വേണമെങ്കിൽ അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ വാങ്ങിച്ചൂടെ? ക്ലിയർ ആണോ പോയിന്റ്? പ്രീവിയസ് ഇയർ 21-22 എന്റെ ഒരു ലോങ് ടൈം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ സെയിൽ നടത്തി. എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഒരു 5 ലക്ഷം ഉണ്ടായി. എനിക്ക് 54 എക്സംഷൻ ക്ലെയിം ചെയ്യണം. പക്ഷേ ഞാൻ അടുത്ത പ്രീവിയസ് ഇയർ 22-23 ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ പക്ഷെ എനിക്ക് എവിടെ ക്ലെയിം ചെയ്യണം എക്സംഷൻ? ഈ ഇയറിൽ ക്ലെയിം ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? അപ്പൊ ആ ഇയറിൽ ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഇല്ലെങ്കിൽ ലോസ് ആയിട്ട് കാണിക്കുമോ? മനസ്സിലായില്ല. അല്ല, ഈ 22-23 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ആ ടൈമിൽ വേറെ ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഇല്ല, അപ്പൊ ഈ 5 lakh ക്യാപിറ്റൽ ലോസ് ആയിട്ട് കാണിക്കുമോ? ഇവിടെ ക്യാപിറ്റൽ ഇല്ല, നമുക്ക് വേറെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര വരെ പറ്റുള്ളൂ? 5 lakh വരെ. 5 lakh വരെ നമുക്ക് എക്സംഷൻ നമുക്ക് എത്ര വരെ പറ്റത്തുള്ളൂ? ആക്ച്വൽ ക്യാപിറ്റൽ ഗെയിൻ ഓക്കെ സർ. ഓർ പുതിയ ഇൻവെസ്റ്റ് ചെയ്തത് അത്ര വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. സോ ലോസിലോട്ട് പോകില്ല. എത്രയാണോ ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത് അതുവരെ. മനസ്സിലായി? സോ പക്ഷെ ഇവിടെ കണ്ടോ, ഞാൻ പുതിയ അസറ്റ് വാങ്ങിക്കുന്ന, പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന അടുത്ത വർഷമാണ്. പക്ഷെ എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കുന്ന ഈ വർഷമാണ്. എനിക്ക് ക്ലെയിം ചെയ്യണം. എന്ത് ചെയ്യാം? നമുക്ക് 3 വർഷം പീരീഡ് ഉണ്ടല്ലോ. സോ ഞാൻ അടുത്ത വർഷമായിരിക്കും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് ഈ വർഷം ക്ലെയിം ചെയ്യണം. സോ അതിനുവേണ്ടി ഒരു ഇത് കൊണ്ടിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. സോ എന്ത് ചെയ്യാം? ഈ പറയുന്ന എമൗണ്ട്, സോ ഞാൻ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. എന്താണ് ഉദ്ദേശം? ഞാനിത് വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. എന്തിനു മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ട് ചെയ്യാനോ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് എന്താണ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ മുമ്പ് ഞാൻ എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും? ആ എമൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഡക്ഷൻ കിട്ടാൻ അല്ലെങ്കിൽ എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടിലിട്ടത് എന്താണ്? ആസ് പെർ പ്രിസ്ക്രിപ്ഷൻ പോലെ തന്നെ എന്ത് ചെയ്യണം? എന്ത് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ട് ചെയ്യാനോ യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? ഇത് ഇട്ടിട്ട് എന്താണ് 3 വർഷത്തിനുള്ളിൽ യൂസ് ചെയ്തില്ല എങ്കിൽ സോ എന്ത് ചെയ്യും? നേരത്തെ പോലെ തന്നെ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. 3 വർഷം. സോ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ചുമ്മാ പോരാ. 3 വർഷത്തിനുള്ളിൽ എന്താണ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. പർച്ചേസ് ആണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ പർച്ചേസ് ചെയ്തിരിക്കണം. സോ 3 വർഷത്തിനുള്ളിൽ ഇത് ഈ കണ്ടോ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ടിൽ ഇട്ടു, പക്ഷെ പുതിയ ഹൗസ് പ്രോപ്പർട്ടി എന്ത് ചെയ്തില്ല? കൺസ്ട്രക്ട് ചെയ്യോ പർച്ചേസ് ചെയ്യോ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും? 3 വർഷം കഴിയുന്ന അന്ന് എന്താവും? അതൊരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്തായിട്ട് കണക്കാക്കും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? സോ ഓൾറെഡി ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ് ഓൾറെഡി എക്സംഷൻ മേടിച്ചു വെച്ചേക്കുന്നത്. സോ നേരത്തെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എക്സംഷൻ കിട്ടിയത് ഏത് പ്രീവിയസ് ഇയറിലാണോ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടിയത് ആ എമൗണ്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് ടൈം പീരീഡിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ആ യൂസ് ചെയ്യുന്ന ആ 3 വർഷം കഴിയുന്ന പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് ടാക്സ് ചെയ്യും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? സോ ഇത്രയാണ് സെക്ഷൻ 54. ക്ലിയർ ആണോ? അല്ല പോയിന്റ് അല്ല. റെസിഡൻഷ്യൽ ഹൗസ് ലോങ് ടൈം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം. പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ഒന്നുകിൽ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യണം. ദെൻ 2 crores വെച്ചിട്ട് 2 crores വരെയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ആകാം. ദെൻ പുതിയ അസറ്റ് 3 വർഷം ഹെൽഡ് ചെയ്യണം. സോ ആക്ച്വൽ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ പുതിയ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്താണ് നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. സോ 3 വർഷത്തിനുള്ളിൽ ആ പറയുന്ന പുതിയ അസറ്റ് ഹോൾഡിംഗ് പീരീഡ് എന്താണ്? വീണ്ടും ഒരു 3 വർഷമാണ്. സോ അതിനുള്ളിൽ ചെയ്താൽ എന്താണ്? പുതിയ അസറ്റ് വിറ്റ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്?
പുതിയ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് നേരത്തെ എക്സംഷൻ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യും, കുറച്ച് കളയും. സോ ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് നേരത്തെ എക്സംഷൻ കിട്ടിയത് എന്തായിട്ട് മാറും, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. ദെൻ അതേ വർഷം തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇടാം. ആ ടൈം ലിമിറ്റിനുള്ളിൽ അസറ്റ് പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തിരിക്കണം. 3 വർഷം കൊണ്ട് അസറ്റ് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ആ എമൗണ്ട് ആ പീരീഡ് ഉണ്ടാകുന്ന പ്രീവിയസ് ഇയറിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. Next one. 54B, section 54B. Section 54B. Section 54B. Capital gain on urban agricultural land. Capital gain on urban agri land. Urban agricultural land. Capital gain on transfer of urban agricultural land. So urban agricultural land എന്തിന്റെ ഡെഫിനിഷൻ വരുന്ന 2 subsection 14 പ്രകാരം എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് എലിജിബിൾ അസസി. Eligible assessee, individual or HUF. So നേരത്തെ പോലെ തന്നെ 54 പോലെ തന്നെ ഇൻഡിവിജ്വൽസിനും HUF-നും ആണ് ഈ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. കണ്ടീഷൻസ്. Asset transfer should be urban agri land, urban agricultural land ആയിരിക്കണം. സോ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം. സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. സോ എനിക്കൊരു അർബൻ ഏരിയയിൽ കുറച്ച് ലാൻഡ് ഉണ്ടായിരുന്നു. ഈ ഒരു 54B ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടി ആ വർഷം കുറച്ച് അഗ്രികൾച്ചറൽ പർപ്പസ് ചെയ്യാൻ തട്ടിക്കൂട്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ? സോ അവിടെയും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സച്ച് ലാൻഡ് must be used for agricultural purpose, either by assessee, or parents, or by his HUF in the 2 years before date of transfer. So ട്രാൻസ്ഫർ ഡേറ്റിന് തൊട്ട് മുമ്പ് 2 years എങ്കിലും അസസിയോ അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ അസസി മെമ്പറുടെ HUF-ഓ എന്ത് ചെയ്തിരിക്കണം, അഗ്രികൾച്ചറൽ പർപ്പസിന് യൂസ് ചെയ്തിരിക്കണം ആ ലാൻഡ്. സോ ദാറ്റ് മീൻസ് ഇത് വെച്ചൊന്ന് പറയാമോ, അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ, അല്ലെങ്കിൽ രണ്ടും ആകാവോ? പറയാം. ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ? ലാൻഡ് ആണ്, അഗ്രികൾച്ചറൽ പർപ്പസിന് 2 വർഷമെങ്കിലും യൂസ് ചെയ്തിരിക്കണം. സോ ദാറ്റ് മീൻസ് ദാറ്റ് അഗ്രികൾച്ചറൽ ലാൻഡ്, അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ അല്ലെങ്കിൽ രണ്ടും ആണോ? ലോങ് ടൈം. സോ ഇവിടെ എക്സാക്ട് 24 അല്ലെങ്കിൽ എക്സാക്ട് 2 years ആണെങ്കിൽ അത് എന്താണ് ആക്ച്വലി? കറക്റ്റ് 2 വർഷത്തിൽ കൂടുതൽ 24 months exceeds up to 24 months ലാൻഡ് എന്താണ്, ഷോർട്ട് ടൈം ആണ്. സോ ദാറ്റ് മീൻസ് ഇതെന്താകാം, എക്സാക്ട് അത്രയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ബീയിങ് അർബൻ അഗ്രി ലാൻഡ്. സോ അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം.
അത് ഷോർട്ട് ടൈമും ആകാം. എക്സാക്ട് 24 ആണ്. നോർമലി എന്താണ് അതിനേക്കാൾ ഒരു ദിവസം കൂടുതലാണെങ്കിൽ പോലും എന്താവും, ലോങ് ടൈം ആണ്. ബട്ട് എക്സാക്ട് 24 months ആണ് വരുന്നത്. സോ ട്രാൻസ്ഫർ ഡേറ്റിന് മുമ്പ് കറക്റ്റ് 24 മാസമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിട്ട് മാറും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്, അതർവൈസ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ ആണോ? Then ഇനി അടുത്ത മറ്റേപോലെ തന്നെ ന്യൂ അസറ്റ് പർച്ചേസ്ഡ്. സോ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ഞാൻ വിട്ടു. എക്സംഷൻ കിട്ടണമെങ്കിൽ എന്താണ്, ഒരു പുതിയ അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്യണം. ആ പർച്ചേസ് ചെയ്യുന്ന അസറ്റ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, അനദർ അഗ്രികൾച്ചർ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കണം, അഗ്രി ലാൻഡ് ആയിരിക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ട്രാൻസ്ഫർ ചെയ്ത ലാൻഡ് എന്താണ്, അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുന്ന എന്താകണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, അഗ്രികൾച്ചർ ലാൻഡ് ആണ്. സോ ഇതൊരു ടാക്സ് പ്ലാനിങ് സെക്ഷൻ ആണ്. സോ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആയാൽ മതി. അത് അർബൻ ഏരിയയിലും ആകാം, റൂറൽ ഏരിയയിലും ആകാം. ഇൻ അർബൻ ഓർ റൂറൽ. ക്ലിയർ ആണോ? സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ പർച്ചേസ് ചെയ്യുന്ന അസറ്റ് അഗ്രികൾച്ചർ ലാൻഡ് ആയാൽ മതി. എന്താകണം എന്ന് പറഞ്ഞിട്ടില്ല, അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആകണം എന്ന് പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് മീൻസ് എന്തും ആകാം, റൂറൽ അഗ്രികൾച്ചർ ലാൻഡും ആകാം. ക്ലിയർ ആണോ? Yes, sir. Agriculture land within a period of 2 years, within a period of 2 years after the date of transfer, after the date of transfer. സോ ട്രാൻസ്ഫർ ഡേറ്റ് കഴിഞ്ഞിട്ട് 2 വർഷത്തിനുള്ളിൽ എന്താണ്, പുതിയ അഗ്രികൾച്ചർ ലാൻഡ് എന്നേ പറയുന്നുള്ളൂ. അർബനും ആകാം, റൂറലും ആകാം. നേരത്തെ പോലെ തന്നെ ക്വാണ്ടം ഓഫ് എക്സംഷൻ എത്രയായിരിക്കും? ക്വാണ്ടം ഓഫ് എക്സംഷൻ എത്രയായിരിക്കും? capital gain or cost of new agri land, whichever is less. Okay, so clear അല്ലേ? സോ ഇവിടെ ഇത് വെച്ചിട്ട് ഒരു ലോസ്, ക്യാപിറ്റൽ ലോസ്, ഷോർട്ട് ടൈമോ ലോങ് ടൈമോ ലോസ് ഉണ്ടാവില്ല. ഈ എക്സംഷൻ മുഖാന്തരം നേരത്തെ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും എന്താണ്, ആ ക്യാപിറ്റൽ ഗെയിനിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത്രേ കിട്ടുള്ളൂ, അതിൽ കുറവ് ഇൻവെസ്റ്റ് ചെയ്താൽ അത്രേ കിട്ടുള്ളൂ, ആ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തേ കിട്ടുള്ളൂ. ഒരിക്കലും എന്താണ്, ആ ഗെയിനിനെക്കാട്ടിലും കൂടുതൽ എന്ത് കിട്ടില്ല, എക്സംഷൻ ആയിട്ട് കിട്ടില്ല. ക്ലിയർ ആണോ? Then ഇത് എന്താണ്, പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഉണ്ട്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് 3 years. 3 years from 3 years from the date of acquisition. From the date of acquisition. 3 years from the date of acquisition. So acquisition date il ninnu 3 വർഷത്തേക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന പുതിയ അസറ്റ് ഹോൾഡ് ചെയ്തിരിക്കണം. Period of holding 3 years from the date of acquisition. Okay. Yes, sir. Next point. Consequence of transfer. Within holding period. So holding period ഇനുള്ളിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ, ഈ പറയുന്ന ന്യൂ അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്താൽ നേരത്തെ പറഞ്ഞോളൂ എന്ത് സംഭവിക്കും? Cost of acquisition of new asset. Cost of acquisition of new asset എന്തുകൊണ്ട് കുറയ്ക്കും? Reduced by capital gain
exempted for computing capital gain of new asset. Capital gain of new asset. Capital gain of new asset. Yeah. Then ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ 54B പർച്ചേസ് ചെയ്ത ന്യൂ അസറ്റ് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആണല്ലോ. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. സോ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എവിടെ വരുന്നതാണ്? 2 സബ്സെക്ഷൻ 14 എക്സെപ്റ്റ് ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് എക്സെപ്റ്റഡ് അല്ലേ, സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് ആണ്. സോ ദാറ്റ് മീൻസ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ എനിക്ക് എന്താണ്? ഒരു ടാക്സ് പ്ലാനിങ് ആണ്. ഇഫ് ന്യൂ അസറ്റ് ഈസ് എ റൂറൽ അഗ്രി ലാൻഡ്. So rural agricultural land ആണെങ്കിൽ then no capital gain on transfer. So എൻ്റെ കയ്യിലുള്ള അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റിട്ട് ഞാൻ എന്ത് വാങ്ങിച്ചു? ടാക്സ് പ്ലാനിലൂടെ 54B എക്സംഷൻ ക്ലെയിം ചെയ്ത് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ചു. അത് എപ്പോൾ ട്രാൻസ്ഫർ ചെയ്താലും എനിക്ക് എന്ത് അട്രാക്ട് ചെയ്യില്ല? ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ ഉണ്ടോ? 45 സബ്സെക്ഷൻ 1 പ്രകാരം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അങ്ങനെയാണെങ്കിൽ എന്ത് വരത്തുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുള്ളൂ അല്ലെ? ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ആകത്തുള്ളൂ. സോ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും? ഇല്ല. സോ നോ ടാക്സ് പ്ലാനിങ് ആണ്. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റിട്ട് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ച് 54B എക്സംഷൻ മേടിക്കുകയും ചെയ്തു. പിന്നീട് ആ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുകയില്ല? ക്യാപിറ്റൽ ഗെയിൻ വരത്തില്ല. ക്ലിയർ ആണ്? ഇവിടെ നമുക്ക് എത്ര വർഷത്തിനുള്ളിലാണ്? 2 വർഷത്തിനുള്ളിലല്ലേ പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കുന്നത്. നമ്മൾ ഡിഡക്ഷൻ എടുക്കുന്നത് ചിലപ്പോൾ ഈ വർഷമായിരിക്കും. സോ നമുക്ക് എന്തോ ഓപ്ഷൻ എടുക്കാം? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്താണ് ആപ്ലിക്കബിൾ ആണ്. സോ അത് യൂസ് ചെയ്യാം. സോ അവിടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഈ പറഞ്ഞ 2 വർഷത്തിനുള്ളിൽ എടുക്കാം. 2 വർഷത്തിനുള്ളിൽ എടുത്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തുവരും? അത് ഏത് പ്രീവിയസ് ഇയറിലാണോ ആ പറഞ്ഞ ടൈം പീരീഡ് ഉണ്ടാകുന്ന ആ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് കണക്കാക്കും? അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കും. ക്ലിയർ? സോ 2 സെക്ഷൻ ക്ലിയർ അല്ലേ? 54 and 54B. Yes, sir. Next one, section 54D. Section 54D. Section 54D. Compulsory acquisition of land and building compulsory acquisition of land and building of an industrial undertaking of an industrial undertaking compulsory acquisition of land and building of an industrial undertaking. ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ലാൻഡും ബിൽഡിംഗും എങ്ങനെയാണ്? കമ്പൽസറി അക്വയർ ചെയ്യണം. കമ്പൽസറിലി അക്വയർ ചെയ്യാം. eligible assessee
any SSE. That means individual company any SSE, land and building of an industrial undertaking. So other operator firm company any SSE, any person. Then conditions. First one, compulsory acquisition. Compulsory acquisition of land and building and or building and or which was used by SSE in the business of industrial undertaking. In the business of industrial undertaking during 2 years. During 2 years prior to date of transfer. Prior to date of transfer. Okay. So നമ്മൾ 50B പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഉടനെ തന്നെ ചുമ്മാ കയറി അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ലാൻഡ് ഓർ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. 2 വർഷമെങ്കിലും എന്ത് പർപ്പസിന് യൂസ് ചെയ്തിരിക്കണം? ഇൻഡസ്ട്രിയൽ പർപ്പസ്. സോ ഇത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ അല്ലെങ്കിൽ രണ്ടും ആണോ? ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ? രണ്ടും പറ്റില്ല. രണ്ടും ആകാം. സോ എക്സാക്ട് 2 years അല്ലെങ്കിൽ 24 months ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്, അതിൽ കൂടുതലാണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ. സോ കമ്പൽസറി ആയിട്ട് നമ്മൾ എന്താണ് അക്വയർ ചെയ്തു. കമ്പൽസറി അക്വസിഷനോടെ എന്റെ ഇൻഡസ്ട്രിയൽ ലാൻഡും ബിൽഡിംഗും കൊടുത്തു. ദെൻ ന്യൂ അസറ്റ് to be purchased. New asset to be purchased. New land or building for industrial undertaking. So industrial undertaking വേണ്ടി തന്നെ പുതിയൊരു ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിക്കണം. Quantum of exemption എന്തായിരിക്കും? എത്രയായിരിക്കും? പറയാഗൗരി, quantum of exemption എത്രയായിരിക്കും? Capital gain or cost of new asset, whichever is less. Yes, sir. Cost of new asset, whichever is less. So അതിൽ ഏതാണോ കുറവ് അതായിരിക്കും എടുക്കുക. Then so new land asset purchased, new land or building for industrial undertaking. So അവിടെ ഒരു പോയിന്റ് എഴുതുക. ആ പീരീഡ് കൂടെ പറയണം. Within 3 years. Within 3 years from the date of receipt of compensation. So ഇവിടെ കമ്പൽസറി അക്വസിഷൻ ആയതുകൊണ്ടാണ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് വേർഡ് യൂസ് ചെയ്യുന്നില്ല. Within 3 years from the date of date of compensation. So പുതിയ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് within 3 years from the date of compensation, receipt of compensation. Clear? Yes, sir. Already 45 subsection 5 il vannitunde. Acquisition compulsory acquisition ആണെങ്കിൽ എന്താണ് കോമ്പൻസേഷൻ കിട്ടുന്ന ഇയർ മുതലാണ് നമ്മൾ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നുണ്ടെങ്കിലും കോമ്പൻസേഷൻ കിട്ടുന്ന ഇയറിലാണ് 45 subsection 1 ഓവർറൈഡ് ചെയ്ത് 45 subsection 5. Then quantum of exemption, then
Period of holding. Period of holding of new asset. 3 years from date of acquisition or construction. Building angle sometimes construction of new asset. So consequence consequence of transfer within period of holding. The consequence. The cost of acquisition of new asset is reduced by capital gain exempted. So capital gain account scheme. So type applicable. So 2 വർഷത്തിനുള്ളിലാണ് പുതിയത് പർച്ചേസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്താണ് അക്കൗണ്ട് സ്കീമിൽ ഇട്ടിട്ട് അത് 2 വർഷത്തിനുള്ളിൽ എന്താണ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടി ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. Yes, sir. Next one, 54 EC. 54 EC. Section 54 EC. Investment in certain bonds. Investment in certain bonds. Eligible assessee, any assessee. Eligible assessee, any assessee. Then conditions, very important. So 54 is not a 3 തവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. 54 EC condition. There should be transfer of long term capital asset. Transfer of long term capital asset. Long term capital asset being land or building or both. So being land or building or both. Land or building or both. So long term capital asset ആയിരിക്കണം. എന്ത് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്തായിരിക്കണം? ഒന്നുകിൽ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ രണ്ടും കൂടെ. ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ രണ്ടും കൂടെ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ്. വ്യത്യാസം വരുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ. Capital gain arising from such transfer should be invested
in specified, should be invested in specified assets, should be invested in specified assets within 6 months, 6 months from the date of transfer, from the date of transfer. So ഇതുവരെയെല്ലാം 2 വർഷം 3 വർഷമൊക്കെ ആയിരുന്നു. ഇവിടെ എന്താണ് 6 മാസത്തിനുള്ളിൽ എന്തൊട്ടാണ് എഴുതാം, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, സ്പെസിഫൈഡ് അസറ്റ്സ്, സ്പെസിഫൈഡ് അസറ്റ്സ്. സോ ഈ സെക്ഷന്റെ ബേസിസിൽ സ്പെസിഫൈഡ് അസറ്റ്സ് മീൻസ് bonds redeemable after 5 years. No, so ഇത്രയും നാൾ നമുക്ക് 3 years ഒക്കെ ലോക്കിംഗ് പീരീഡ്. സോ നമ്മൾ 5 വർഷം കഴിയുമ്പോൾ റിഡീം ചെയ്യാൻ പറ്റുന്ന ബോണ്ടിലാണ് ബോണ്ട്സ് റിഡീമബിൾ ആഫ്റ്റർ 5 years. ദാറ്റ് മീൻസ് 5 വർഷത്തേക്ക് എന്താണ്, നമുക്ക് ചുമ്മാതൊന്നും അല്ല ഇവർ എക്സംഷൻ തരുന്നത്, നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, 5 വർഷത്തേക്ക് അവർ ലോക്കിംഗ് പീരീഡ് ആണ്. Redeemable after 5 years, issued by National Highway Authority of India, Rural Electrification Corporation Limited, then Power Finance Corporation Limited, Power Finance Corporation Limited, Indian Railway Finance Corporation Limited, Indian Railway Finance Corporation Limited, Finance Corporation Limited. Okay. So ശ്രദ്ധിക്കുക, നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം, ലാൻഡോ ബിൽഡിംഗോ ആയിരിക്കണം. അത് വിറ്റ് കിട്ടുന്നത് എന്താണ്, സ്പെസിഫൈഡ് അസറ്റ്സിൽ വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. സോ സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോണ്ട് 5 വർഷത്തേക്ക് ലോക്ക് ഇൻ പീരീഡ് ഉള്ള ബോണ്ട്. സോ റിഡീമബിൾ ആഫ്റ്റർ 5 years ഉള്ള ബോണ്ട് ആയിരിക്കണം. ഒന്നുകിൽ NHI അല്ലെങ്കിൽ RECL അല്ലെങ്കിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഓർ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ്, ആ ഒരു ഫണ്ട് 5 വർഷത്തേക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ ലോക്ക് ഇൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തരുന്നത്, എക്സംഷൻ തരുന്നത്. Okay. So or other bonds notified by central government, other bonds ഈ പർപ്പസിന് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ bonds notified by central government. Okay. So ഗവൺമെന്റ് കയ്യിൽ 5 വർഷത്തേക്ക് ലോക്ക് ഇൻ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സംഷൻ കിട്ടുന്നത്. Then quantum of exemption. Quantum of exemption. So limit അല്ലെങ്കിൽ quantum of exemption. Quantum of amount exemption. So normally എത്ര ആയിരിക്കും വരുന്നത്, amount invested or capital gain or amount invested in bonds, whichever is less. That yeah. Maximum exemption limit, maximum exemption limit in the previous year in which asset transferred and in subsequent previous year
is rupees 50 lakhs. So no, പറയെങ്കിലും capital gain അല്ലെങ്കിൽ amount of invested whichever is less. So capital gain amount invested ഒക്കെ 50 lakhil കൂടുതലാണെങ്കിലും നമ്മൾ എന്തുവരെ റെസ്ട്രിക്ട് ചെയ്യണം? 50 ലക്ഷത്തിൽ കൂടുതൽ എന്താണ് ഈ പറയുന്ന ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. അവിടെ വരെ ചെയ്യണമെന്നല്ല, ചെയ്താലും എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. സോ ഇവിടെ ഇതാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം നോട്ട് ആപ്ലിക്കബിൾ ആണ്. ബിക്കോസ് 6 മാസത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി നടത്തിയിരിക്കണം. അതുകൊണ്ട് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ആപ്ലിക്കബിൾ അല്ല. Violation of conditions. Violations of conditions. If new asset transferred or converted into money within 5 years from the date of acquisition, the exempt long-term capital gain. So the നേരത്തെ exemption കിട്ടിയ the exempt long-term capital gain, the exempt long-term capital gain will be taxable in the year of transfer or conversion. So ഇവിടെ കുറയ്ക്കാനും ശ്രമിക്കുക. നേരത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്ഷൻ കിട്ടിയതായിരിക്കും. ഏത് ഇയറിലാണോ ഇങ്ങനെ ട്രാൻസ്ഫർ നടത്തുന്നത് അല്ലെങ്കിൽ കൺവേർഷൻ നടത്തുന്നത് ആ ഇയറിൽ എന്ത് ചെയ്യും? ആ ലോങ് ടൈം ഗെയിൻ പിടിച്ച് ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് 54 EC. സോ സെക്ഷൻ 54 EC. സോ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് എന്താണ്? ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. പിന്നെന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ഉള്ള എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. സോ ഞാനൊരു ബിൽഡിംഗ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതും ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്. സോ ഇവിടെ ആർക്കാണ് എലിജിബിൾ അസസി? എനി അസസി. ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്. ഞാൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് 54 EC മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്. അല്ല. പിന്നെ വേറെ എന്ത് കിട്ടും? 54 കൂടെ. സോ ദാറ്റ് മീൻസ് എനിക്ക് ഇങ്ങനെ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ നിന്ന് 1 CR ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടി എങ്കിൽ സോ എനിക്ക് 54 ECയില് എത്രയാണ്? സോ 1 CR വരെ ഞാൻ എട്ടാലും എത്ര എനിക്ക് മാക്സിമം കിട്ടത്തുള്ളൂ? 50 lakhs. സോ അവിടെ ടാക്സ് പ്ലാനിങ് ആണ്. റിമൈനിങ് എവിടെ എനിക്ക് എന്തിൽ വേണമെങ്കിലും എടുക്കാം. സെക്ഷൻ 54 പ്രകാരം എക്സംഷൻ മേടിക്കാം. സോ എന്താണ് അതിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഞാൻ വേറെ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ. ക്ലിയർ ആണോ? Yes, sir. സോ ഇവിടെ ഞാൻ ശ്രദ്ധിക്കണം 54 ECയില് നോക്കാം. നമുക്ക് കണ്ടോ അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സോ അതിനകത്ത് ലാസ്റ്റ് ഇയറിൽ മുമ്പ് കറക്റ്റ് ആയിട്ട് അമെൻഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. സോ മാക്സിമം 50 lakhs ആണ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് 31/3/22 ഓക്കെ 31/2/22 31/2/22 ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ
എനിക്ക് എന്താ 6 മാസത്തിനുള്ളിൽ 6 months 54 NHA RECLോ അല്ലെങ്കിൽ ഇന്ത്യൻ പവർ ഫിനാൻസ് കോർപ്പറേഷനോ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബോണ്ട് 5 year ലോക്കിംഗ് ബോണ്ട് എടുത്താൽ മതി. സോ ഞാൻ 31/3/22 ഒരു 50 ലക്ഷത്തിന് NHAയുടെ ബോണ്ട് എടുത്തു. സോ ദാറ്റ് മീൻസ് 1 മാസത്തിനുള്ളിൽ ഞാൻ എടുത്തു. വീണ്ടും റിട്ടേൺ ഫയൽ, അതായത് 5/5/2022 വീണ്ടും 50 ലക്ഷം കിട്ടും എനിക്ക്. 6 മാസത്തിനുള്ളിൽ തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രീവിയസ് ഇയറിലോ അടുത്ത പ്രീവിയസ് ഇയറിലോട്ടോ മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 50 lakh. 6 മാസം കൊണ്ട് പലതവണ ഇൻവെസ്റ്റ് ചെയ്താലും 50 ലക്ഷത്തിൽ കൂടുതൽ കിട്ടൂല. മാക്സിമം റെസ്ട്രിക്റ്റഡ് ടു. സോ ഉണ്ടോ 6 മാസം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരും. 2 ഫിനാൻഷ്യൽ ഇയറിലായിട്ട് നമുക്ക് 2 തവണ എക്സംഷൻ മേടിക്കാവോ? അങ്ങനെ പറ്റില്ല. മാക്സിമം എത്ര കിട്ടുള്ളൂ? 50 ലക്ഷം വരെ നമുക്ക് എന്താണ് 2 പ്രീവിയസ് ഇയറിലുമായിട്ട് മാക്സിമം എക്സംഷൻ മേടിക്കാൻ പറ്റുന്ന എത്രയാണ്? 50 ലക്ഷത്തിൽ കൂടുതൽ പറ്റില്ല. സോ കൂടുതൽ വേണമെങ്കിൽ എന്താണ് 54 ഈസി ഒഴിവാക്കിയിട്ട് എന്താണ് 54 എന്താണ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തോ കൺസ്ട്രക്റ്റീവോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈനിങ് പോർഷൻ നമുക്ക് എന്ത് എലിജിബിൾ ആക്കാം? 54 എക്സംഷൻ എടുക്കാം. ക്ലിയർ ആണ്? Yes, sir. Yes, sir. Then last one. Section 54F. Section 54F. Section 54F. Capital gain in case of investment in residential house. Capital gain in case of exemption of capital gain in case of investment in residential house. So very important. ഒരു കമ്പ്യൂട്ടേഷൻ ആ കൂടെ ബാക്കിയെല്ലാം നമുക്ക് 54 പഠിച്ചു കഴിഞ്ഞാൽ 54 ഈസി മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എല്ലാം ഏകദേശം ഒരേപോലെയാണ് പോകുന്നത്. സോ ഇതില് ഒരു കമ്പ്യൂട്ടേഷൻ എക്സ്ട്രാ ഒരു കമ്പ്യൂട്ടേഷൻ വരുന്നത് എക്സംഷൻ കണ്ടുപിടിക്കാനായിട്ട് എക്സ്ട്രാ ഒരു കമ്പ്യൂട്ടേഷൻ വരുന്ന ഒരേ ഒരു സെക്ഷനാണ് 54. ഓക്കെ. ദെൻ എലിജിബിൾ SSC 54 പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ or HUF. Individual or HUF. Then conditions. Individual or HUF. Conditions. Transfer of any long-term capital asset. Transfer of any long-term capital asset not being residential house property. No. So നമുക്ക് 54 എന്തുണ്ട്? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ട് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ എന്താണ്? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്തായിരിക്കണം? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. പക്ഷെ ഒരു കാരണവശാലും എന്താകരുത്? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആകരുത്. സോ പ്ലോട്ട് ഓഫ് ലാൻഡ് ആണെങ്കിലും എന്താണ്? ഓൾസോ എലിജിബിൾ. അവിടെ ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. സോ പ്ലോട്ട് ഓഫ് ലാൻഡ് ആണെങ്കിൽ പോലും ഇതിനകത്ത് യൂസ് ചെയ്യാം 54F. Then assessee should purchase. Purchase ആണെങ്കിൽ 54 കണ്ടീഷൻ എന്തായിരുന്നു? 1 residential house property within 1 year before or 2 years from date of transfer.
Okay. So ഒരു പുതിയ residential house property or construct residential house property within 3 years from date of transfer. Date of transfer. In 3 years from the date of transfer. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അല്ലാത്ത വേറൊരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒന്നുകിൽ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുക. ടൈം പീരീഡ് പറഞ്ഞിരിക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ. Next point, very important point, SSC. SSC. should not own more than one residential house. More than one residential house property on the date of transfer of long-term capital asset. Then next point also very important. SSC should not purchase any other house. Any other house within 2 years or construct within 3 years after date of transfer. After date of transfer. After date of transfer. After date of transfer. Okay. Then, so the രണ്ടുമാണ് ഒരു എക്സ്ട്രാ പോയിന്റ് വരുന്നത്. അത് ഡിസ്കസ് ചെയ്യാം. Then quantum of exemption, so very important. Quantum of exemption. Quantum of exemption, so very important. First one, cost of new asset. Cost of new asset greater than or equal to cost of new asset greater than or equal to net sale consideration. Net sale consideration of original asset. Of original asset. That implies entire capital gain exempt. Entire capital gain exempt. Okay, second one, very important. Cost of new asset less than net sale consideration of original asset. That implies, so exemption എന്ന് പറയുന്നത് അവിടെ ഒരു computation ഉണ്ട്. Long term capital gain, so നേരത്തെ കിട്ടിയ long term capital gain into cost of new asset. Cost of new asset divided by net
sale consideration. So proportionate deduction കിട്ടുള്ളൂ. So proportionate deduction കണ്ടുപിടിക്കുന്ന ഒരേ ഒരു section 54F ആണ്. Proportionate deduction. So very important. Cost of new asset net consideration കൂടുതലാണെങ്കിൽ ഒന്നും നോക്കാനില്ല, നമുക്ക് എന്ത് കിട്ടും? Entire capital gain will be exempted if cost of new asset, because ട്രാൻസ്ഫർ ചെയ്യുന്നതും വാങ്ങിക്കുന്നതും ഡിഫറെന്റ് അസറ്റ്സ് ആയതുകൊണ്ടാണ് ഇവിടെ മാത്രം എന്താണ് ഒരു ഡിഫറെന്റ് അപ്രോച്ച് വരുന്നത്. കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് നെറ്റ് കൺസിഡറേഷൻ എനിക്ക് 50 ലക്ഷം കിട്ടി, ബട്ട് ഞാൻ മേടിക്കുന്ന അസറ്റ് 25 ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്താണ് ഫുള്ള് കിട്ടില്ല, ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എക്സംഷനെ കിട്ടുള്ളൂ. ക്ലിയർ? സോ ഇങ്ങനെ എക്സംഷൻ മേടിച്ചിട്ട് പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ പുറത്തുള്ള എക്സംഷൻ മേടിച്ചു. ദെൻ പീരീഡ് ഓഫ് ഹോൾഡിംഗ് of new asset. Period of holding of new asset. 3 years from the date of acquisition. അക്വയർ ചെയ്തിട്ട് 3 വർഷത്തിനുള്ളിലാണ്, 3 വർഷം വരെയാണ് എന്ത് ചെയ്യേണ്ടത്? ഹോൾഡ് ചെയ്യേണ്ടത്. Then consequence of transfer within period of holding. That means ആ 3 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് നോക്കേണ്ടത്. വിത്തിൻ പീരീഡ് ഓഫ് ഹോൾഡിംഗ്. സോ ഇവിടെ നമുക്ക് 2 അസറ്റ് ആണ്. സോ ഒന്ന് ക്യാപിറ്റൽ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, മറ്റേത് അതർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. നോക്കുക, ക്യാപിറ്റൽ ഇവിടെ എന്താണ്, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അസറ്റ് ആയിട്ട് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ന്യൂ അസറ്റ്. സോ ന്യൂ അസറ്റിന്റെ പുറത്തുള്ള ക്യാപിറ്റൽ ഗെയിൻ ഷാൽ ബി ടാക്സ്ഡ് സെപ്പറേറ്റ്ലി. അത് നമ്മൾ എന്താണ് ക്യാപിറ്റൽ ഗെയിനിലെ 48 പോലെ കണ്ടുപിടിച്ചത്. വിറ്റപ്പോൾ കിട്ടിയതിൽ നിന്ന് എന്താണ് വാങ്ങിച്ചപ്പോൾ ഉണ്ടായ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ചിട്ട് ക്യാപിറ്റൽ ഗെയിൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ദെൻ നേരത്തെ എക്സംഷൻ കിട്ടിയതിന്റെ കാര്യം, സോ 54-ലും 54B-ലും ഒക്കെ നമ്മൾ എന്താ ചെയ്തത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ചു, ബിക്കോസ് രണ്ടും സെയിം ടൈപ്പ് ഓഫ് അസറ്റ് ആയിരുന്നു. ഇവിടെ എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് വാങ്ങിക്കുന്ന എന്താണ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയാണ്. സോ നേരത്തെ long term capital gain exempted under section 54F would be, നേരത്തെ exemption കിട്ടിയത് എന്താണ്, would be taxed as long term capital gain. നേരത്തെ exemption കിട്ടിയത് എന്താണ്, നേരെ പിടിച്ച് ടാക്സ് ചെയ്യും. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഇതിന് ആപ്ലിക്കബിൾ ആണ്, ബിക്കോസ് ആ ഒരു ടൈം പീരീഡിനുള്ളിലാണ് പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്യേണ്ടത്. സോ 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ചെയ്തിരിക്കണം. ചെയ്തില്ല എങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യും, പീരീഡ് കഴിയുമ്പോൾ ടാക്സബിൾ ആകും, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സബിൾ ആകും. ഓക്കെ. സോ 54 ഇവിടെ ഒരേ ഒരു ഇതിൽ മാത്രമാണ് കമ്പ്യൂട്ടേഷൻ വരുന്നത്, ഇവിടെ മാത്രമാണ്. ദെൻ 54EC വരുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, 54ECയും 54ഉം കൂടെ ചേർത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോർമലി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ 54EC ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. സോ എന്തൊക്കെയായിരുന്നു നമ്മൾ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 ഡിസ്കസ് ചെയ്തത്? എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ സെക്ഷൻ 54 എന്തായിരുന്നു? ക്യാപിറ്റൽ എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ജസ്റ്റ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആണോ അതോ ലോങ് ടൈം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആണ്? സോ വാങ്ങിക്കേണ്ടത് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. സോ അത് 2 crores വെച്ചിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ഉണ്ട്. അപ് ടു 2 crore ആണെങ്കിൽ 2 crore മുകളിലാണെങ്കിൽ ഉള്ള കേസ് ബാക്കിയെല്ലാം ഒരേപോലെ. 54Bയിലോ ലോങ് ടൈമോ ഷോർട്ട് ടൈമോ ആകാം. എന്താണ്? അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കുന്നത് അഗ്രികൾച്ചർ ലാൻഡ് ആകണമെന്നേ ഉള്ളൂ. അർബനോ റൂറലോ ആകാം. റൂറലാണെങ്കിൽ ടാക്സ് പ്ലാനിംഗ് ആണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്? റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരുന്നില്ല. therefore അതിന്റെ ട്രാൻസ്ഫർ എന്ത് അട്രാക്ട് ചെയ്യില്ല? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യില്ല.
Then 54 DO. Long term or short term ആകാം. Land or building or both forming part of industrial undertaking. അതിനുശേഷം land അല്ലെങ്കിൽ building ഓ industrial undertaking തന്നെയാണ് purchase ചെയ്യേണ്ടത്. Then 54 EC. Transfer ചെയ്യുന്ന എന്തായിരിക്കണം? Long term capital asset. Long term capital asset. എന്താണെന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? Land or building. Land or building. No. So building le അത് residential house property ആകുമ്പോഴാണ് 54 EC 54 കൂടെ ഒരുമിച്ച് നമുക്ക് ക്ലബ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നത്. Then 54 F എന്തായിരുന്നു? Long term capital asset തന്നെ any long term capital asset other than residential house property. അതിനുശേഷം വാങ്ങിക്കുന്ന എന്താണ്? Residential house property ആയിരിക്കണം. സോ വാങ്ങിക്കുന്ന ടൈം പീരീഡ് എല്ലാം നമ്മൾ 54 ലെവൽ തന്നെ. ബട്ട് എക്സംഷൻ വരുമ്പോൾ മാത്രം എന്താണ് നമുക്ക് നെറ്റ് സെയിൽ കൺസിഡറേഷൻ, നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന കൺസിഡറേഷൻ അത്രയും തന്നെ പുതിയതിൽ ഇൻവെസ്റ്റ് ചെയ്തോന്ന് നോക്കും, അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ. കോസ്റ്റ് ഓഫ് അസറ്റ് ഇതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ, നെറ്റ് കൺസിഡറേഷൻ കൂടുതലോ ഈക്വലോ ആണെങ്കിൽ എൻറ്റയർ ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി എക്സംപ്റ്റഡ്. ജസ്റ്റ് ഈ ഫോർമുല ഇട്ട് കൊടുത്താലും അറിയാം. കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ, entire capital gain will be exempted. Then cost of new asset less than net sale consideration of original asset ആണെങ്കിൽ proportionate. എത്രയാണോ long term capital gain അതിന്റെ എന്താണ് നെറ്റ് കൺസിഡറേഷന്റെ എത്ര പ്രപ്പോർഷൻ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അതായത് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്തത് ആ എമൗണ്ട് എടുക്കും. സോ ഇവിടെയും ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം പോസിബിൾ ആണ്. ദെൻ ടൈം പീരീഡ്, അതായത് പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ ഇവിടെ ഒരു വേറൊരു ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് രണ്ട് ടൈപ്പ് ഓഫ് അസറ്റ് ആയതുകൊണ്ട് ഈ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്താൽ അത് സെപ്പറേറ്റ് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കും. അതുകൂടാതെ നേരത്തെ എക്സംഷൻ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യും? പിടിച്ച് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യും. ഓക്കെ അല്ലേ? സോ 54ലും 54Bയിലും നമ്മൾ കുറച്ചു. ബിക്കോസ് എന്താണ് സെയിം സെറ്റ് ഓഫ് വിറ്റതും വാങ്ങിച്ചതും സെയിം ടൈപ്പ് ഓഫ് അസറ്റ്സ് ആയിരുന്നത് കൊണ്ടാണ് പുതിയ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നമ്മൾ കുറച്ച് കാണിച്ചു. നേരത്തെ എക്സംഷൻ കിട്ടി. ഇവിടെ അങ്ങനെ പറ്റില്ല. ബിക്കോസ് രണ്ട് സെറ്റ് ഓഫ് അസറ്റ്സ് ആണ്. അതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റിന്റെ സെപ്പറേറ്റ് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ച് ടാക്സ് ചെയ്യും. നേരത്തെ എക്സംഷൻ കിട്ടിയത് എന്താണ് അത് അതേപാട് എന്ത് ചെയ്യും? ആ പ്രീവിയസ് ഇയറിൽ എന്നാണ് ഏത് പ്രീവിയസ് ഇയറിലാണോ വയലേഷൻ നടക്കുന്നത് ആ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പിടിച്ച് ടാക്സ് ചെയ്യും. ക്ലിയർ? സോ ഇത്രയാണ് സെക്ഷൻ 54 എക്സംഷൻ വരുന്നത്. ദെൻ എക്സംഷനിൽ നമ്മൾ രണ്ട് സെറ്റ് ഓഫ് കാറ്റഗറി പറഞ്ഞിരുന്നു. അതില് സെക്ഷൻ 10 subsection 37. Note here 10 subsection 37. Exemption of capital gain. Exemption of capital gain in case of urban land. Urban agricultural land. Okay, so ഇവിടെ ശ്രദ്ധിക്കുക. സെക്ഷൻ 50Bയിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 50Bയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അസറ്റ് എന്തായിരുന്നു? സോറി 54Bയിലുള്ള എക്സംഷൻ 54B. അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ഓൾറെഡി എക്സംഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെക്ഷൻ ഉണ്ട് 54B. പിന്നെ എന്തിനാണ് ഈ 37 10 സബ്സെക്ഷൻ 37 നോക്കാം. ഇവിടെ ഒരു വേർഡ് കൊണ്ട് ചേർത്തിട്ടുണ്ട്, കമ്പൽസറി അക്വസിഷൻ of urban agri land. Okay, അത് അവിടെ പറഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകാം, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റോ ആകാം. ഈസ് exempt if first one assessee should be individual or HUF. Assessee individual ഉണ്ടോ? 54Bയിൽ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ
Then second one, such agri land used for agri purpose for 2 years before transfer, before the date of transfer. ഇതും എന്താണ് 54B പറഞ്ഞിരിക്കുന്ന സെയിം കണ്ടീഷൻ ഉണ്ടോ? ഒരേ ഒരു വേർഡ് ആണ് അവിടെ എക്സ്ട്രാ വന്നിരിക്കുന്നത്, കമ്പൽസറി അക്വസിഷൻ. സോ 54 എന്താണ്? ട്രാൻസ്ഫർ ഓഫ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ്, ദെൻ എന്ത് പർച്ചേസ് ചെയ്യുന്നു? വേറെ ഒരു അഗ്രികൾച്ചർ ലാൻഡ്, അത് അർബനും ആകാം റൂറലും ആകാം. തേർഡ് വൺ, consideration is determined by RBI or central government. ഇവിടെ എന്താണ്? ന്യൂ അസറ്റ് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട, കമ്പൽസറി അക്വസിഷൻ ഓഫ് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ ബൈ ഗവൺമെന്റ്, RBIയോ ഗവൺമെന്റോ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കണം കൺസിഡറേഷൻ, ഇൻഡിവിജ്വലോ HFO ആയിരിക്കണം അസസി. ദെൻ എന്തായിരിക്കണം? 2 വർഷം മുമ്പ് വരെ എന്താണ് പക്ക അഗ്രികൾച്ചർ ലാൻഡ് ആണെന്ന് ആ 54B പറഞ്ഞ അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരേ ഒരു വ്യത്യാസം എന്താണ്? ഇറ്റ് ഈസ് കമ്പൽസറി അക്വയർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫുള്ളി ആ കോമ്പൻസേഷൻ ഫുള്ളി എക്സെപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 subsection 37. 10 subsection 37. Clear on? Yes, sir. So ഇത്രയാണ് എക്സംഷനിൽ വരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻസ് ഒന്ന് പറയാമോ? സെക്ഷൻ 50 എന്തായിരുന്നു? സെക്ഷൻ 50 depreciable assetന്റെ ട്രാൻസ്ഫർ എന്നാൽ ഓൾവേസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സെക്ഷൻ 50B slum sale. Section 50C. So 50C നമുക്ക് സ്ഥിരം അഡ്ജസ്റ്റ്മെന്റ് വരുന്നതാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിൽ താഴെയാണ് സെയിൽ കൺസിഡറേഷൻ എങ്കിൽ 110% കേസ്. ദെൻ ഡിസ്പ്യൂട്ടിന് പോവുകയാണെങ്കിൽ വാല്യുവേഷൻ ഓഫീസർ കേസ്. ദെൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കണ്ടുപിടിക്കുന്നത് എഗ്രിമെന്റ് ഡേറ്റ് ആണോ രജിസ്ട്രേഷൻ ഡേറ്റ് ആണോ എന്ന് പറയുന്ന കേസ്. സോ അത് മൂന്നുമാണ് 50C നമ്മൾ ഡിസ്കസ് ചെയ്ത. ക്ലിയർ ആണല്ലോ അല്ലെ? 50C ആണെങ്കിൽ മൂവബിൾ അസറ്റ് ആയിട്ടുള്ള അൺലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ എന്താണ്? കൺസിഡറേഷൻ അറിയെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ, കൺസിഡറേഷൻ ലെസ് ദാൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കും. ദെൻ 50D കൺസിഡറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ വിൽ ബി ട്രീറ്റഡ് ആസ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. Then 51 advance money received and forfeited. So അവിടുത്തെ ഡേറ്റ് എന്താണ്? അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബിഫോർ 1/4/2014. ഇൻ ദാറ്റ് കേസ് നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആണോ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ത് കുറയ്ക്കും? ആ ഫോർഫീറ്റ് ചെയ്ത എമൗണ്ട് അഡ്വാൻസ് മണി കുറയ്ക്കും ബിഫോർ ഇൻഡെക്സേഷൻ. സോ 1/4/2014 അന്നോ അതിനുശേഷമാണ് അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്നെങ്കിൽ എന്താണ്? 51 അഫക്ട് ചെയ്യില്ലോ. നേരെ എന്ത് ചെയ്യും? ഏത് പ്രീവിയസ് ഇയറിലാണോ അങ്ങനെ ഫോർഫീറ്റ് ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിൽ എവിടെ ടാക്സ് ചെയ്യും? IFO is under section 56 subsection 2 clause 9. Okay, so 51. Then നമ്മൾ എന്താണ്? 54 exemptions. 54B, 54EC, 54B, 54D, 54EC and 54F. So 54EC 54F ആണ് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. Then 10 subsection 37 54B പറയുന്ന അതേ അസറ്റ് കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അഗൈൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ വിൽ ബി ഫുള്ളി അക്സെപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 subsection 37. ക്ലിയർ ആണ്? ഓക്കെ. സോ നമുക്കിനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോബ്ലംസ് ചെയ്യണം. സോ ഇത്രയും സെക്ഷൻസ് ക്ലിയർ ആണല്ലോ അല്ലെ? നന്നായിട്ട് നമുക്കൊരു നന്നായിട്ട് ക്ലിയർ ആയിട്ട് പ്രോബ്ലം ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ല. ഇത്തരം സെക്ഷൻസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനി 3 റേറ്റ് വരുന്ന 3 സെക്ഷൻ കൂടാണുള്ളത്. 111A, 112A, then
പീരീഡ് ഓഫ് ഹോൾഡിങ്ങിന്റെ ഒരു തിയറി പ്ലസ് 46 സെക്ഷൻ 46 ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്. ദെൻ 49 സബ്സെക്ഷൻ 1 കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം, പ്രോബ്ലം ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു കണ്ടീഷൻ, ഒരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്. സോ അത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.